പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നും ഒരു നല്ല ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം കർത്താവേ, ഞങ്ങൾക്ക് ഒരു പുതിയ സെഷനുമായി നിന്റെ സന്നിധിയിൽ കടന്നു വരുവാത്തക്കൊണ്ടോട് നീ ചെയ്ത മഹാദരത്തിനായി സ്തോത്രം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നവാ. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം സമർപ്പിക്കുന്നവാ. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു നല്ല ജീവിതാനുഭവം കൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ നടുവിലെ മലപ്പള്ളിയിൽ നിന്ന് പ്രിയപ്പെട്ട സാങ്കുട്ടി പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മല്ലപ്പള്ളി, അതെ, മല്ലപ്പള്ളി മൂശാരിക്കവല. അദ്ദേഹത്തിന്റെ സ്തോത്രം. നല്ലൊരു സ്ഥലപ്പേരല്ലേ പാസ്റ്ററെ? എന്തോ ഒരു വ്യത്യസ്തതയുള്ളൊരു സ്ഥലപ്പേര്. എനിക്ക് പരിചയമുള്ള കുറേ പേര് എനിക്ക് തോന്നുന്നു മൂശാരിക്കവല ഷാരോൺ ചർച്ചിലെ അംഗങ്ങളായിരുന്നു പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അവരൊക്കെ ഇന്ന് ലോകത്തിൽ വിവിധ ഭാഗത്തായിരിക്കും. സണ്ണി മാത്യു സാർ ഉണ്ടായിരുന്നു, ഡോക്ടർ എബി മാത്യു, സാം ബ്രദർ, ജോഷി ബ്രദർ, ഇങ്ങനെ കുറേ പേരുകൾ ഓർമ്മ വരുന്നു. പ്രത്യേകിച്ചും എബി സാറും ഒക്കെ ഞങ്ങൾ CM-ൽ, എബി സാറ്, സാം ബ്രദർ, ജോഷി ബ്രദറൊക്കെ CM-ൽ ഏകദേശം ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്നവരാ. എല്ലാം നല്ല ഓർമ്മകളാണ് പാസ്റ്ററെ. ഞങ്ങളുടെ ചർച്ചിലൊരു മെമ്പറും കൂടിയാണ് എബി സാറ്. പാസ്റ്ററെ എബി മാത്യു ഞങ്ങളുടെ ചർച്ചിലൊരു മെമ്പറും കൂടിയാണ്. അതെ അതെ അതെ, എനിക്കറിയാം. മലപ്പള്ളിയിൽ നമുക്ക് അവിടെ ഒരു ഹൈസ്കൂളുണ്ടല്ലോ, CMS ഹൈസ്കൂൾ അല്ലേ? റാന്നിക്ക് പോകുന്ന ആ റൂട്ടിൽ പാലം കടന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, CM-ൽ ഒരു ജനറൽ ക്യാമ്പ് അവിടെ നടന്ന് ഓർക്കുന്നുണ്ട്. എബി സാറൊക്കെ അന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു. എല്ലാ മേഖലയിലും, ക്യാമ്പിൻ്റെ അറേഞ്ച്മെൻറ്റിനാണെങ്കിലും എല്ലാം നല്ല ഓർമ്മകളാണ് പാസ്റ്ററെ. പാസ്റ്റർ സ്വദേശമൊക്കെ എവിടെയാ? എൻ്റെ സ്വദേശം യഥാർത്ഥത്തിൽ പപ്പയുടെ വീട് കോട്ടയത്ത് തോടക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്. മമ്മിയുടെ വീട് പാലക്കാടുമാണ്. പക്ഷേ ഞാനിപ്പോൾ വന്ന് താമസിക്കുന്നത്, സ്ഥലം വാങ്ങി താമസിക്കുന്നത് മല്ലപ്പള്ളിയിലാണ് 2006 മുതൽ. ശരി. അപ്പോൾ മല്ലപ്പള്ളിയിൽ താമസിക്കുക, അവിടെ തന്നെ ശുശ്രൂഷയിലുമായിരിക്കുന്നല്ലേ? അതെ അതെ. തോട്ടക്കാടും പാലക്കാടും. ദൈവത്തിൻ്റെ സ്തോത്രം. മാതാപിതാക്കളെ കുറിച്ചൊക്കെ കുടുംബകാര്യമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും. എൻ്റെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു, ജോൺ ജോസഫ് എന്നായിരുന്നു പേര്. പപ്പ നിത്യതയിൽ ചേർക്കപ്പെട്ടിട്ട് ഇപ്പോൾ 25 വർഷമാകുന്നു. മമ്മിയുണ്ട് എൻ്റെ കൂടെ. എനിക്ക് 6 സഹോദരിമാരാണ്. എൻ്റെ മൂത്തത് 3 പേര്, ഇളയവർ 3 പേര്. ഞങ്ങൾ പപ്പയ്ക്കും മമ്മിക്കും ഞങ്ങൾ 7 മക്കളാണ്. അപ്പോൾ ഇതാണ് കുടുംബ പശ്ചാത്തലം. പാസ്റ്റർ ഫാമിലിയോ, വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ എവിടെയാണ്? എനിക്ക് 3 മക്കളുണ്ട്. മൂത്തത് മോന്, രണ്ടാമത്തെ 2 പെൺകുട്ടികളാണ്. മൂത്ത ആൾ 6ാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 4ൽ പഠിക്കുന്നു, ഏറ്റവും ഇളയ ആൾ 1ലാണ്. അപ്പോൾ ഇതൊക്കെ കുടുംബ പശ്ചാത്തലം. അതെ. ടൈറ്റസ് ജോൺസൺ, പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ ആണ് അതെ പാസ്റ്ററെ പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ പഴയ സ്നേഹിതരാ. എന്നോട് പറഞ്ഞൊരു വലിയ അനുഭവം എന്ന് പറഞ്ഞു. ഒരു വലിയ അനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ് അല്ലേ? അതെ. എല്ലാം പറയണം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങളെല്ലാം പാസ്റ്റർ പറയണം. ഞാൻ കേൾക്കാൻ റെഡിയാ. തീർച്ചയായിട്ടും. നമ്മുടെ പ്രേക്ഷകർ റെഡിയാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കത്തുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും. മോനും ജോയിൻ ചെയ്യും അല്ലേ? മോനും പാട്ടൊക്കെ പാടും. അതെ. അതിനുള്ളൊരു തയ്യാറെടുപ്പുണ്ട്. ശരി. അപ്പം നമുക്ക് പാട്ടും കേൾക്കാം, സാക്ഷ്യവും നമുക്ക് കേൾക്കാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു പാസ്റ്റർ ഭവനത്തിലാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പപ്പ പാസ്റ്ററായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നതുകൊണ്ട് തന്നെ കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ വേലയിൽ പിന്നീട് എനിക്കും ആയിത്തീരുവാൻ കർത്താവ് കൃപ ചെയ്തു.
എന്നാൽ ബാല്യകാലത്തിലെ ഓർമ്മകളൊന്നും അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജനനം മുതലുള്ള അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ വളരെ വേദനാജനകമായ കാര്യങ്ങളായിരുന്നു. കാരണം വേറൊന്നുമല്ല, എൻ്റെ പിതാവാണ് ആദ്യമായി ഞങ്ങളുടെ പപ്പയുടെ ഭവനത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് യേശുവിലേക്ക് വരാനിടയായിത്തീർന്നത്. പക്ഷേ അതിനു മുമ്പ് താനൊരു മദ്യപാനിയായി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തലവേദനയായി ജീവിച്ചിരുന്ന സമയത്ത് ആർക്കും പ്രശ്നമില്ലായിരുന്നു. പള്ളിക്കാർക്കും പ്രശ്നമില്ല, വീട്ടുകാർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ലാതെ. പക്ഷേ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പപ്പയുടെ വീട്ടിൽ പോലും താമസിക്കാൻ അനുവാദമില്ലാത്തൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വന്നു. എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പപ്പയുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, സ്വന്തം ദേശത്ത് സാക്ഷ്യം വഹിക്കണം. അങ്ങനെ സ്വന്തം ദേശത്ത് താമസം തുടങ്ങി. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ, പപ്പയുടെ വീട്ടിൽ അവരുടെ വീടിനോട് ചേർന്ന് ഒരു ചാർത്ത്, പണ്ടുള്ള ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, ഒരു ചായ്പുണ്ടാക്കി അതിനകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാ, പപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഓല മേഞ്ഞൊരു ചായ്പുണ്ടാക്കിയിട്ട് 7 വർഷത്തോളം അതിനകത്ത് താമസിച്ചു. അതൊന്നും കൂടെ ഒന്ന് കെട്ടാനായിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, പെന്തക്കോസിൽ പോയവരാരും ഇതിനകത്ത് താമസിക്കണ്ട, അതാണ് വിഷയം. അങ്ങനെ എനിക്ക് ഓർമ്മ വെച്ച നാളുകളൊക്കെ ഉള്ള കാലങ്ങൾ പറയുന്നത്, ഞാൻ നോക്കുമ്പം വീടിൻ്റെ മുകളിൽ ഓലയല്ല, ഓലയ്ക്ക് പകരം കൊക്കോ എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഇല തിരുകി പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ തിരുകി അങ്ങനെ ഒരു മേൽക്കൂരയായിരുന്നു ഞാൻ കണ്ട നാളുകളിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര. ഓല വാങ്ങി വെച്ചിട്ട് അത് കെട്ടാനായിട്ട് പപ്പ വലിയപ്പോൾ സമ്മതിക്കത്തില്ല. കാരണം പെന്തക്കോസിൽ പോയവർ ആരും ഇവിടെ താമസിക്കണ്ട, അതുകൊണ്ട് നിങ്ങളിവിടുന്ന് പോകണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട്, താമസിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കാലഘട്ടങ്ങൾക്ക് പപ്പ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ കൈത്താങ്ങാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ നല്ലൊരു പശ്ചാത്തലങ്ങളോ അല്ലാഞ്ഞതുകൊണ്ട് പപ്പ വീട്ടിൽ നിന്ന് പോകുമ്പം എങ്ങനെയാണോ വീട്ടിലെ അവസ്ഥ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത് വരെ. എന്ന് പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളോളം ഞങ്ങൾ ആഹാരമില്ലാതെ പട്ടിണി കിടന്നിട്ടുണ്ട്. പിന്നെ പപ്പ വരണം, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞായിരിക്കും പപ്പ ശുശ്രൂഷ കഴിഞ്ഞ് വരുന്നത്. അന്നേരമാണ് ഞങ്ങൾ ആഹാരം കഴിക്കാറുണ്ടായിരുന്നത്. എന്നാൽ കാലഘട്ടങ്ങളിലൊക്കെ പട്ടിണിയൊക്കെ ആണെങ്കിലും അതൊക്കെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മമ്മിയും ഓക്കെ ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിന്ദകളും പരിഹാസങ്ങളൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ മമ്മി പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത്, 1-ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷ കഴിഞ്ഞ സമയത്തൊരു ദിവസം പപ്പ പറഞ്ഞു, നമ്മളിവിടുന്ന് വീട് മാറുകയാണ്. അങ്ങനെ ഞങ്ങൾ പപ്പയും ഞാനും അമ്മയും, എനിക്ക് അന്ന് 3 സഹോദരിമാർ മൂത്തവരുണ്ട്, ഇളയ ഒരു അനുജനുണ്ട്. ഞങ്ങൾ 5 കുട്ടികളും പപ്പയും അമ്മയും കൂടെ വീട് മാറുന്നത് ഒരു ബസ്സിലാണ്. ബസ്സിലെന്ന് പറയുമ്പോൾ ഒരു ബസ്സിൽ കയറ്റാനുള്ള സാധനമൊന്നുമില്ല. ആകെപ്പാടെ ഞങ്ങളുടെ 5 കുഞ്ഞുങ്ങളുടെയും പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഡ്രസ്സ് ഒരു പെട്ടിക്കകത്തും പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു സഞ്ചിക്കകത്തും, അങ്ങനെയാണ് ഞങ്ങൾ പപ്പയുടെ ദേശത്ത് നിന്ന് ഞങ്ങൾ പുനലൂരേക്ക് പോകുന്നത്. അതിന് മുഖാന്തരമായി തീർന്നത് പപ്പയുടെ ഒരു ശിഷ്യനായിരുന്ന ഒരു ദേവദാസനുണ്ട്, ബേബി തോമസ്, അദ്ദേഹമാണ് ഞങ്ങൾ പുനലൂരേക്ക് പോകാനായിട്ട് മുഖാന്തരമായി തീർന്നത്. അങ്ങനെ പുനലൂർ പോയി 6 മാസം കൊണ്ട് ഞങ്ങൾ 3 വീട്ടിൽ താമസിച്ചു. അന്നേരത്തേക്ക് എൻ്റെ 1-ാം ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷമായിട്ട് തിരിച്ച് ഞങ്ങൾ മറ്റൊരു ദേവദാസൻ മുഖാന്തരം അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പപ്പ മുഖാന്തരം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഞങ്ങളെ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് വന്നു. ചങ്ങനാശ്ശേരി കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത്, അതിനടുത്താണ് ഞങ്ങൾ 1 വർഷത്തോളം താമസിച്ചത്. അവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ 2-ാം ക്ലാസ് പൂർത്തിയാക്കി. പിന്നെ അതിനുശേഷം ഞങ്ങൾ മുക്കാഞ്ഞിരം എന്ന് പറയുന്ന, അതായത് പായിപ്പാടിനടുത്ത് മുക്കാഞ്ഞിരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. അങ്ങനെ വീട് ഒത്തിരി ഇങ്ങനെ മാറി മാറി പപ്പയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിന് ശേഷം ഞങ്ങൾ ഏകദേശം 17 വീട് വാടകയ്ക്ക് മാറി മാറി താമസിച്ചു. വാടകയ്ക്ക് അങ്ങനെ ഞങ്ങൾ പായിപ്പാട്, ആഞ്ഞിലിത്താനം, മാടപ്പള്ളി, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ വീടുകൾ മാറി മാറി. ആ കാലഘട്ടങ്ങളിലൊക്കെ പപ്പയ്ക്ക് തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ സഭയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ സഭാ ശുശ്രൂഷയൊക്കെ വിട്ടിട്ട് പൊതു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് അയക്കുന്നിടങ്ങളിൽ പോകുകയും അങ്ങനെ ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഉണ്ടായതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് 3 സഹോദരിമാർ മൂത്തവരുണ്ടായിരുന്നു, ഇളയ ഒരു അനുജനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പായിപ്പാട് താമസിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 89 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നു എൻ്റെ അനുജൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ആക്ച്വലി അത്
ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. കാരണം എൻ്റെ അനുജൻ്റെ വേർപാടെന്ന് പറയുന്നത്, അവൻ ജനിക്കുന്ന സമയത്ത് പപ്പയുടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെ ഒരു സഹോദരി ദൂത് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച കുഞ്ഞ് 5 വയസ്സ് വരെ ജീവിച്ചിരിക്കത്തില്ല, അതിന് മുമ്പ് മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആരും നോട്ട് ചെയ്തിരുന്നില്ല. പപ്പ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. പക്ഷേ അങ്ങനെ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ 89 തോന്നുന്നു ഒരു ദിവസം പപ്പ ആ കാലഘട്ടങ്ങളിലൊക്കെ വയനാട്ടിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയങ്ങളാണ്. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞാണ് വരാറുള്ളത്. അങ്ങനെ പപ്പ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഏകദേശം പോയിട്ട് ഒരാഴ്ചയായി. അപ്പോഴേക്കും അനുജന് ചെറിയൊരു ചുമയും പനിയൊക്കെ ഉണ്ടായി. അങ്ങനെ പപ്പ ദൂരെയാണ്. ആ സമയങ്ങളിൽ ഇതുപോലത്തെ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലൊരു വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. അന്ന് പി ഡി മാർക്കോസ് എന്നാണ് തോന്നുന്നു, ഒരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നിരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കാനായിട്ട് വന്നപ്പോൾ മമ്മി അനുജനെയും കൂട്ടി അവനെയും കൂട്ടി ദേവദാസൻ്റെ അടുക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു, പനിയാണ്. അപ്പം പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ച് ചോദിച്ചു, ആൻറ്റി പാസ്റ്റർ എവിടെയാണെന്ന് ചോദിച്ചു, പപ്പ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പപ്പ ശുശ്രൂഷയ്ക്ക് പോയേക്കാ വയനാട്ടിലാണ്, എന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 1 മാസം കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. പാസ്റ്റർ ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ ദാസം വരുന്നത് വരെ ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ ദിവസം എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം തോന്നുന്നു പപ്പയുടെ ദൈവത്തിന് പെട്ടെന്ന് സംസാരിച്ചു, പെട്ടെന്ന് വീട്ടിൽ വരാൻ പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങുകളെല്ലാം കട്ട് ഔട്ട് ചെയ്തിട്ട് വേഗത്തിൽ വീട്ടിൽ വന്നു. ഏകദേശം രാത്രി എനിക്ക് തോന്നുന്നു 2 മണി 3 മണിയായി കാണും. നടന്ന് തിരുവല്ലയിൽ നിന്ന് ഞങ്ങളൊന്ന് പായിപ്പാട് താമസിക്കുന്ന സമയത്താണ് വീട്ടിൽ വന്നപ്പം വന്ന് കയറി ഉടനെ ചോദിച്ചു, മമ്മിയുടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, കുഞ്ഞിനൊരു ചെറിയ പനി പോലെ എന്ന് പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി വെളുപ്പിനെയായി ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. ഒരു 4:30 ആയപ്പോൾ ഇവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മമ്മി എൻ്റെ കയ്യിലെ കെട്ടഴിക്കും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, മോൻ്റെ കയ്യിൽ ആരും കെട്ടിയിട്ടില്ലല്ലോ. ഇല്ല, എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്, എന്നെ അഴിച്ച് വിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെയും ഇതുപോലെ തന്നെ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ കയ്യിലെ കെട്ടഴിക്കും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത ദിവസം സൺഡേ മോർണിംഗിൽ ഇതുപോലെ തന്നെ എഴുന്നേറ്റ് പറഞ്ഞു, മമ്മി യേശുപ്പച്ചൻ വന്ന് നിൽക്കുന്ന എന്നെ കൊണ്ടുപോകാൻ, ഞാൻ പോവാം, എൻ്റെ കയ്യിലെ കെട്ടഴിക്കാൻ പറഞ്ഞു. അന്ന് രാവിലെ ഏകദേശം 8 മണിയായപ്പോൾ അവൻ ഈ ലോകത്തോട്ട് വിട പറഞ്ഞു. അങ്ങനെ അനുജൻ എനിക്ക് ഒരാളുണ്ടായിരുന്നു, അവൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അതിന് ശേഷം എനിക്ക് ഇളയത് 3 സഹോദരിമാരും കൂടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ മൊത്തം 7 പേരാണ്. എന്നാൽ ഈ അനുജൻ്റെ മരണവും അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പപ്പയുടെ മരണവും കൂടിയാണ് സത്യത്തിൽ ദൈവത്തോട് എന്നെ കൂടുതൽ അടുപ്പിച്ചത് എന്ന് പറയുമ്പോൾ പപ്പയുടെ മരണം ഒരു വലിയ വിഷയം തന്നെയായിരുന്നു. അതായത് ഞാൻ ചെറുപ്പകാലം മുതലേ പപ്പയ്ക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പപ്പ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പറയുമെങ്കിലും ഈ പെന്തക്കോസ്തിൽ പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ മക്കൾ അനുഭവിക്കുന്ന വിഷമം പ്രത്യേകിച്ച് പാസ്റ്റർക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം എല്ലാവരെ പോലെയുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല. പാസ്റ്റർമാരുടെ മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുറ്റം, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ഈ പപ്പ വളരെ കർക്കശമായിട്ട് ഉപദേശം പറയുന്ന ഒരാളായിരുന്നു. അതുതന്നെയല്ല, ദൈവം നൽകുന്ന ദൂതുകൾ അതുപോലെ മുഖം നോക്കാതെ പറയുന്നൊരു മനുഷ്യനായിരുന്നുകൊണ്ട് പലപ്പോഴും സ്വത്രാഴ്ച പോലും കൊടുക്കാതെ പപ്പയെ വിട്ടിട്ടുണ്ട്. നടന്ന് വീട്ടിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്രാഴ്ച പോലും കിട്ടാതെ വണ്ടിക്കൂലി ഇല്ലാതെ വീട്ടിൽ നടന്നെത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം 20 വർഷത്തോളം കർത്താവിന് വേല ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് വന്നതുകൊണ്ട് മനസ്സിലൊട്ടും താല്പര്യമില്ലായിരുന്നു ഒരു സുവിശേഷകനാകണമെന്ന്. എന്നാൽ പപ്പയുടെ മരണമാണ് എന്നെ കർത്താവിലേക്ക് അടുപ്പിച്ചത്. പ്രീ ഡിഗ്രി ഞാൻ 4th ഗ്രൂപ്പായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ അസാധാരണമായൊരു സംഭവം ഉണ്ടായി. അതെൻ്റെ പപ്പയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിൻ്റെ പേരിൽ ചർച്ചിൽ വലിയൊരു സംസാരം ഉണ്ടായി. പാസ്റ്റർ വളരെ ശക്തമായിട്ട് വിമർശിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ആ ചർച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് ഒരു വിവാഹത്തിന് പങ്കെടുത്തിട്ട് പപ്പ ആഹാരം കഴിച്ചില്ല. പപ്പ അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ആ പാസ്റ്റർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. പപ്പ കഴിക്കാഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഓർത്തു, എൻ്റെ പപ്പ വലിയ അതിവിശുദ്ധനാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ആഹാരം കഴിക്കുക. യഥാർത്ഥത്തിൽ പപ്പ ഫാസ്റ്റിംഗ് ആയിരുന്നു ദിവസങ്ങളിൽ.
അതുകൊണ്ടാണ് ഞായറാഴ്ച ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒത്തിരി ഞങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. അന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആരാധന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വഴിയിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് തലയെ വെച്ച് സത്യം ചെയ്തു, ആയുസ്സിലൊരു പാസ്റ്ററാവില്ല. കാരണം ഒരിക്കലും എൻ്റെ ആ ചെറുപ്രായത്തിൽ 18 വയസ്സ് ഉള്ള സമയമാണ്, 17 വയസ്സ് കഴിഞ്ഞാണ്. ആ സമയത്ത് ഞാൻ കേട്ടതായ വാക്കുകളും ഞാൻ അനുഭവിച്ച വേദനകളും ഒരു കാലത്തും ഒരു സുവിശേഷകനാകാൻ എന്നെ അനുവദിക്കാത്ത ചില വാക്കുകളായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ ദേവദാസനെ കാണാനിടയായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു ദിവസം വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ സ്ട്രൈക്ക് ചെയ്തു. കാരണം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആക്ച്വലി ഈ ദേവദാസൻ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ വേദനയായിട്ട് കടന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ദിവസം പോയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, പാസ്റ്റർ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടായി. പാസ്റ്ററെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ആ വേദനയും പാസ്റ്ററുള്ള നീരസമൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പാസ്റ്ററോട് പറയുക, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അതെല്ലാം വിട്ടുകളയുക. അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷം തോന്നി. എനിവേ, അങ്ങനെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്നെ സുവിശേഷ വേലയിൽ നിന്ന് അകറ്റിക്കളയുന്നതായ ചില സന്ദർഭങ്ങൾ, ചില ഇൻസിഡൻറ്റുകളായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നോട് പപ്പ ചോദിച്ചു, എന്താണ് അടുത്ത പ്ലാൻ? ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ഡിഗ്രിക്ക് പോകണം. കാരണം വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഈ സുവിശേഷ വേലയിൽ നിന്ന് മാറി വേറൊരു റൂട്ട് ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പം ചെറുപ്പം മുതലേ എനിക്കൊരു ടീച്ചറാകണം, പ്രൊഫസറാകണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. എന്നാൽ നേരെ മൂത്ത ചേച്ചി ബികോം ആയിരുന്നതുകൊണ്ട് ഞാനും 4th ഗ്രൂപ്പ് പഠിച്ചു. പക്ഷേ ഈ പാസ്റ്റർ പറഞ്ഞ ചില വാക്കുകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി, ഈ പാസ്റ്റർ എന്ത് പഠിച്ചോ അതെനിക്കും പഠിക്കണം. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് 4th ഗ്രൂപ്പ് ആയിരുന്നെങ്കിലും ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു. ചങ്ങനാശ്ശേരി SB കോളേജിൽ പപ്പ എന്നെ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ ഞാൻ ഡിഗ്രി ചെയ്യുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. എന്നാൽ ഈ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇയർ കഴിഞ്ഞു, 3rd ഇയർ ആയപ്പോഴത്തേക്ക് എന്നോട് പപ്പ ചോദിച്ചു, എന്താ പ്ലാൻ? ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് തുടർന്ന് പഠിക്കണം. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, നീ പഠിച്ചോ, പക്ഷേ നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാണ്. അപ്പം ഞാൻ പപ്പയോട് ഒന്ന് ഉടക്കിയിട്ട് സംസാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, എനിക്ക് പഠിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തോളാം, എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, 1000 ഒരുത്തനെ പോലെ എനിക്ക് സുവിശേഷകനാകാൻ താല്പര്യമില്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, നിന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്, നീ കർത്താവിൻ്റെ വേല ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ആവട്ടെ, സമയമാകുമ്പം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ ഇറങ്ങിക്കോളാം എന്നിങ്ങനെ പറയാനിടയായി. പക്ഷേ ആ സന്ദർഭത്തിലെ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഞാനും പപ്പയും തമ്മിലുള്ള അവസാനത്തെ കോൺവെർസേഷനായിരുന്നു. പിന്നീടുള്ള അനുഭവങ്ങളെന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതലേ പപ്പ നന്നായിട്ട് പാടുമായിരുന്നു, മൃദംഗം വായിക്കുമായിരുന്നു, ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കഴിവുകളും അങ്ങനെയുള്ള ടാലൻ്റൊക്കെ ഉള്ളതുകൊണ്ട് പപ്പയ്ക്കും ഞങ്ങളെ ആ ഒരു രീതിയിൽ കൊണ്ടുവരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരെയും മ്യൂസിക് ഫീൽഡിൽ, പ്രത്യേകിച്ച് പാട്ട് പാടാനും ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കാനും ഒക്കെ ഉള്ള പ്രോത്സാഹനം പപ്പ തരാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് ആ കാലത്ത് എനിക്ക് തോന്നുന്നു ഓരോ കീബോർഡും ഓർഗനും തബലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ എക്വിപ്പ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടാനും അതുപോലെ പല കൺവെൻഷനുകളിൽ കർത്താവിന് വേണ്ടി പാടാനൊക്കെ ഉള്ള അവസരങ്ങൾ ദൈവം ആ കാലഘട്ടങ്ങളിൽ തന്നു. വളരെ ചെറുപ്രായം മുതലേ ഞങ്ങൾ അങ്ങനെ കർത്താവിന് വേണ്ടി പാടാനായിട്ടുള്ളതായ അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. എന്നാൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പല കൺവെൻഷനുകളും ഇങ്ങനെ പോവുകയും പാടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, പാസ്റ്റർക്ക് അറിയാമായിരിക്കും ചുങ്കപ്പാറയിൽ IPC ചർച്ചുണ്ട്. ആ IPC ചർച്ചിൽ റിജോയ് ജോർജ് എന്ന് പറയുന്നൊരു ദേവദാസൻ വളരെ ഷോർട്ട് ടൈമിലേക്ക് അദ്ദേഹം ആ ചർച്ചിൻ്റെ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഒരു സഭാചാർജനായിട്ട് ആ ദേവദാസൻ അവിടെ വരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 1 മാസമോളം തന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം അവിടെ ഒരു കൺവെൻഷൻ നടത്തുകയാണ്. അപ്പം ഞങ്ങളെയാണ് അവിടെ കൺവെൻഷന് പാട്ട് പാടാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ മൂത്ത 2 സഹോദരിമാരും പപ്പയും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കൺവെൻഷൻ അവിടെ പോവുകയാണ്. അങ്ങനെ കൺവെൻഷൻ അവിടെ പോയി ആ കൺവെൻഷൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഡേ ആയപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പപ്പ, ഞങ്ങൾ താമസിക്കുന്ന അപ്സ്റ്റെയറിലാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് പപ്പ പറഞ്ഞു, എനിക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു.
പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനോട് ചേർന്ന് പപ്പ നെഞ്ചൊക്കെ തിരുമ്മി കൊടുത്തു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ പപ്പ അൺകോൺഷ്യസായി. അങ്ങനെ പാസ്റ്റർ റിജോയ് ജോർജും അവിടെയുള്ള ചർച്ചിലുള്ള വിശ്വാസികൾ എല്ലാവരോടും ചേർന്ന് പെട്ടെന്ന് തന്നെ ചുങ്കപ്പാറയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴത്തേക്ക് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് അറ്റാക്കാണ് എന്ന് പറഞ്ഞു. അപ്പം പപ്പ രോഗശാന്തി വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് പപ്പ ബോധം വീണപ്പോൾ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാം, ചികിത്സയൊന്നും വേണ്ട, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കൺവെൻഷന് പാട്ട് പാടുന്നില്ല, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ്. വീട്ടിൽ പോയി വീട്ടിൽ പപ്പയോട് വേറെ എങ്ങും പോകണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടിലിരിക്കുക. ആ സമയങ്ങളിൽ പപ്പ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കിതയ്ക്കും, വല്ലാതെ കിതയ്ക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ വരുമ്പോൾ പലയിടത്ത് നിന്നിട്ടാണ് പപ്പ വരുന്നത്. അങ്ങനെ പപ്പ വീട്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും ചികിത്സ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളെന്നൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും രോഗശാന്തി വിശ്വസിക്കുന്നത് കൊണ്ടും മരുന്നെടുക്കേണ്ട എന്നൊക്കെ ഉള്ളതായ തീരുമാനങ്ങളായതുകൊണ്ടും അതിനൊന്നും തയ്യാറായില്ല. അതിനുശേഷമായിട്ട് ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ മാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷന് ഞങ്ങൾ പാട്ട് പാടാനായിട്ട് പോവുകയാണ്. ആ പാട്ട് പാടാൻ പോകുന്ന സമയത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ഞങ്ങൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് രാത്രി എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നൊരു ചിന്ത വന്നു. എന്തോ മനസ്സിൽ ഞാനപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു നമുക്കിപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള സഹോദരങ്ങളൊക്കെ പറഞ്ഞു സമയം ഇപ്പം പോകാൻ പറ്റത്തില്ല, കാരണം ഈ രാത്രിയിൽ വണ്ടിയൊന്നും കിട്ടത്തില്ല, എങ്ങനെ പോകാനാ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞങ്ങൾ മാടപ്പള്ളി താമസിക്കുക. അങ്ങനെ ഞങ്ങൾ രാത്രി ഞാനിങ്ങനെ വളരെ ഫോഴ്സ് ചെയ്യുന്നെങ്കിലും ഇവരെ എന്നെ വിടാൻ തയ്യാറാകുന്നില്ല. രാവിലെ വളരെ വെളുപ്പിന് ഞാനും ചേച്ചിമാരും കൂടെ നടന്ന് 8 മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ് കയറി ഞങ്ങൾ തെങ്ങണയിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു ആൻറ്റി ഞങ്ങളെ കണ്ടിട്ട് ചോദിക്കുക, മോനെ അവിടെ നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എവിടുന്നാ, ഹോസ്പിറ്റലിൽ നിന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല ഞങ്ങൾ കൺവെൻഷന് പോയേക്കായിരുന്നു, കൺവെൻഷന് പോയിട്ട് വരുന്ന വഴിയാണ്. ഞാൻ ചോദിച്ചു ആരാ ആശുപത്രിയില്ലേ? അപ്പോൾ പറഞ്ഞു പപ്പ ഇങ്ങനെ ഞങ്ങളാണ് ഇന്നലെ ആശുപത്രിയിലാക്കിയത്, ബസ്സിൽ വെച്ച് പപ്പയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, കറുകച്ചാൽ മേഴ്സി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുക. ഹോസ്പിറ്റലിൽ ചെന്ന് പപ്പയെ കണ്ടു. അപ്പോൾ തലേ ദിവസം സെക്കൻഡ് അറ്റാക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ബസ്സിൽ കയറിയ സമയത്താണ് സെക്കൻഡ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ആ അറ്റാക്കൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് അതിനുശേഷം റിക്കവറായി, കുഴപ്പമില്ല. അങ്ങനെ സെക്കൻഡ് അറ്റാക്ക് കഴിഞ്ഞൊരു 3-4 ഡേയ്സിന് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു പപ്പയെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണണം. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഒരു അബ്ദുൽ ഖാദർ എന്ന് പറയുന്നൊരു കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വാൽവുലാർ ഹാർട്ട് ഡിസീസ്, വാൽവ് ചുരുങ്ങിപ്പോവുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലായി കുറേ നാളുകൾ. അങ്ങനെ ചികിത്സയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുക. സെക്കൻഡ് ഇയർ ആയപ്പോൾ സമയത്ത് പപ്പയ്ക്ക് ഏകദേശം വയ്യാതായ സമയങ്ങളിൽ പിന്നീടുള്ള വീടിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. കാരണം പപ്പയ്ക്ക് വയ്യ, ഇത്രയും വലിയൊരു കുടുംബം, ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലാണ്, ഇളയ സഹോദരിമാരെ സ്കൂളിൽ അയക്കണം, മൂത്തൊരാൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജോലി ചെയ്യാൻ പോയി. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമായിട്ട് തേർഡ് ഇയർ ഞാൻ കണ്ടിന്യൂ ചെയ്യുക. തേർഡ് ഇയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പയ്ക്ക് ഈ മൂന്നാമതൊരു അറ്റാക്ക് ഉണ്ടാകുന്നത്. ആ അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുകയാണ്. അതുണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഞങ്ങളന്ന് ആ കാലഘട്ടങ്ങളിൽ ഒരു പുതിയ പ്രവർത്തനം പായിപ്പാടിനടുത്ത് അഞ്ഞൽത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിൻ്റെ സ്ഥാപനം നടന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു സമയമാണ്. അവിടെ ഞങ്ങൾ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ ഭവനത്തിലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുക 3 days. അങ്ങനെ ആ 3 days ഉപവാസ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ സെക്കൻഡ് ഡേ ഞങ്ങളുടെ പാസ്റ്റർ ഒരു വെളിപ്പാട് കാണുക. അപ്പോൾ രാത്രിയിലെ മീറ്റിംഗ് എല്ലാം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരു മല അതിൽ നിന്ന് എന്തോ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പരിശുദ്ധാത്മാവിനൊരു വലിയ കവിഞ്ഞൊഴുക്ക് ദൈവം പകരാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉണ്ട്, എൻ്റെ മൂത്ത 2 സഹോദരിമാരും ഉണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ ഞങ്ങളും അവിടെ വന്നവരാരും പോയില്ല, എല്ലാവരും അവിടെ ഇരുന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ തോളത്തിങ്ങനെ
കൈവച്ചതാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇരുന്നിരിക്കുന്നിടത്ത് ഞാൻ എഴുന്നേറ്റ്, എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. പക്ഷേ ഞാൻ അവസാനം നോക്കുമ്പോൾ ഞാൻ ഇരുന്നിടത്തല്ല, ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരന്മാർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും കൊള്ളാം, അന്ന് മുതൽ പേഴ്സണലി ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അതെങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ആരോ എന്നോടിങ്ങനെ സംസാരിക്കുന്നത് പോലെ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നീ തിരിച്ചറിയുന്നുണ്ടോ? ഇതാ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്തോ ഇങ്ങനെ പ്രവഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുക, ഇതെന്തോ ഇങ്ങനെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് കർത്താവിനോട് പറഞ്ഞത്, നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുന്നതാണ്. എന്നോട് കർത്താവ് വചനത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്നു എലീശ. പക്ഷേ ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിലെടുത്തു. എലീശ തനിയായി. താൻ മടങ്ങി വരുമ്പോൾ തനിക്ക് മുമ്പിൽ യോർദാനുണ്ട്. അപ്പോൾ ഏലീശ ചെയ്തത്, ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണതായ പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ച് വെള്ളം രണ്ടായി പിരിയാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുന്നതാണ്. വീണ്ടും ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ അഭിഷേകത്തിൻ്റെ ശക്തി നിന്നെ ധൈര്യപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ദാവീദ് ബാലനായിരുന്നെങ്കിലും അവൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തി അവൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന സിംഹത്തെ വലിച്ചു കീറാൻ, കരടിയെ വലിച്ചു കീറാനൊക്കെ പര്യാപ്തമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിന്നെ ധൈര്യപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒക്കെ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പാസ്റ്ററാകാൻ താല്പര്യമില്ലെങ്കിലും പ്രസംഗം ഒക്കെ ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറിച്ച് വെക്കും. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് 2000 നവംബർ 30 ഡിസംബർ 1-2 തീയതികളിലാണ്. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഹാങ് ഓവറിലാണ്. ആ ഒരു ഉപവാസ പ്രാർത്ഥന ഹാങ് ഓവറിൽ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പപ്പ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിങ്ങിനായിട്ട് പോവുക. ഡിസംബർ 28 മുതലായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഈ ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കോർത്തിണക്കി ഒരു പ്രസംഗം പോലെ ആക്കി. അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി എന്നൊക്കെ കൊടുത്താണ് ഞാൻ ആ പ്രസംഗം തയ്യാറാക്കുന്നത്. എന്നിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഈ വാക്യമൊക്കെ പറഞ്ഞ് അതാണ് കുറിവാക്യമായിട്ട് ഞാൻ എഴുതി. എന്നിട്ട് ഒറ്റയ്ക്ക് നിർത്താൻ കഴിയും, നമ്മെ ധൈര്യപ്പെടുത്തും. ഇങ്ങനെയൊക്കെ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഞാൻ ആ പ്രസംഗമൊക്കെ തയ്യാറാക്കി. പക്ഷേ ഇതെന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതായിരുന്നു എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായില്ല. കാരണം 2000 ഡിസംബർ 28 മുതൽ 28, 29, 30 തീയതികളിൽ എൻ്റെ പപ്പയുടെ ഒരു അരുമ ശിഷ്യനായിരുന്ന ബേബി തോമസ് എന്ന് പറയുന്ന അദ്ദേഹം പുനലൂർ സ്വദേശിയാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടിനടുത്ത് കല്ലാറെന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുകയാണ്, ഒരു സഭയുടെ ശുശ്രൂഷ. അപ്പോൾ അദ്ദേഹം പപ്പയെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുക അവിടേക്ക്. അപ്പോൾ പപ്പ അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് പ്രസംഗിക്കാൻ പോകുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ലേ. അപ്പം ഡോക്ടർ പറഞ്ഞു, പൊക്കോ പാസ്റ്റ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതിന് ശേഷമായിട്ട് ഈ മീറ്റിങ്ങിന് പപ്പ ട്രിവാൻഡ്രത്തേക്ക് പോകുക. 2000 ഡിസംബർ 28, 29, 30 തീയതികൾ. 31-ാം തീയതി ഒരു സൺഡേമാണ്. അപ്പം സൺഡേയിൽ ഇറൻഡിങ് സർവീസ്, സൺഡേ സർവീസും കഴിഞ്ഞ് ഇറൻഡിങ് സർവീസും കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞാണ് ബേബിച്ചാൻ, അതായത് പപ്പയുടെ സ്നേഹിതനെ വിളിക്കുന്നത്. ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസാണ്, അടുത്ത കൂട്ടുകാരാണ്. അതുകൊണ്ട് അങ്ങനെ ഒട്ട് പെട്ടെന്ന് വിടത്തുമില്ല. അങ്ങനെ ഈ ഡിസംബർ അവസാനത്തെ ദിവസങ്ങളുള്ള മീറ്റിങ്ങിനായിട്ട് അവിടേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി പങ്കെടുത്തു. ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ ശക്തമായ ദൈവത്തിന് സംസാരിച്ചു. 31st ഒരു സൺഡേ ആയിരുന്നു. അന്ന് രാവിലെ പപ്പ ആരാധന കഴിഞ്ഞപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റേ വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോയാൽ പോരെ? പറഞ്ഞില്ല, എനിക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞു. അന്നേ ദിവസം രാവിലെ മറ്റൊരു കാര്യം കൂടെ എൻ്റെ ഭവനത്തിൽ നടക്കുക. രാവിലെ ഞാനും ചർച്ചിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്ന് നമുക്ക് ചർച്ചിൽ പോയിട്ട് വൈകിട്ടത്തെ ഇറൻഡിങ് സർവീസും കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം ഞങ്ങൾ അന്ന് താമസിക്കുന്ന വീടും ചർച്ചുമായിട്ട് വളരെ അകലമാണ്, 2 ബസ് മാറി കയറി പോകണം. അതുകൊണ്ട് ഈ യാത്ര ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് ഇറൻഡിങ് സർവീസും കഴിഞ്ഞിട്ട് പോന്നാൽ മതി, നമുക്ക് വൈകിട്ട് ചർച്ചിൽ തന്നെ തങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ചിൽ പോവുകയാണ്. അങ്ങനെ ചർച്ചിൽ ചെല്ലുമ്പോൾ ആരാധന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പ്രേരണ നൽകുക, മമ്മിയെ പറഞ്ഞു വീട്ടിൽ വിടാൻ. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, വീട്ടിലേക്ക് പൊക്കോ. അപ്പോൾ എന്നോട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞേ ഉച്ചയ്ക്ക് ഇവിടെ നിന്നാൽ മതി, പോകണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല,
തിരിച്ച് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ മമ്മിയും എൻ്റെ മൂത്ത സഹോദരിമാരിൽ ഒരാളും കൂടെ വീട്ടിലേക്ക് പോകുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഏകദേശം 4 മണിയായപ്പോൾ, അന്ന് ഇതുപോലെ നമ്മുടെ ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, അന്ന് ലാൻഡ് ഫോണുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 4 മണിയായപ്പോഴത്തേനും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ, ബേബിച്ചാൻ്റെ വീട്ടിൽ ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ചേച്ചിയോട് പറഞ്ഞു പപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ വിളിക്കുന്നു പറഞ്ഞപ്പോൾ ചേച്ചി പോയി ഫോൺ ആൻസർ ചെയ്തപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ഞാനിപ്പോൾ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മമ്മിയും ഞാനും വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു കോൾ വരികയാണ്, പപ്പയെ മെഡിക്കൽ കോളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ ചർച്ചിൽ വൈകിട്ട് ഇയർ എൻഡിങ് സർവീസുണ്ട്. അന്ന് രാത്രിയിൽ ആഹാരം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം തലക്ക് നിൽക്കുന്നത്. അപ്പോൾ ആഹാരം ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ ഞാൻ മുന്നേ നിൽക്കുക. അങ്ങനെ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ പാസ്റ്റർ വന്നു വെച്ച് പറയുക, സമയം വൈകിട്ട് കർത്തൃമേശ ഉള്ളതല്ലേ, നമുക്ക് ബ്രെഡ് വാങ്ങണം, മുന്തിരി വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സൈക്കിളിൽ ജംഗ്ഷനിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ സഹോദരിമാരും അമ്മയും കൂടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു മോനെ പപ്പയെ മെഡിക്കൽ കോളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, എത്രയും വേഗം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നമ്പർ തന്നു. ഒരു ഫോൺ നമ്പറാണ്, ഒരു വിക്ടർ എന്ന് പറയുന്നൊരു പാസ്റ്റർ നമ്പറാണ്. അങ്ങനെ ഞാൻ ആ നമ്പർ വാങ്ങി ജംഗ്ഷനിൽ വന്ന് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അഡ്മിറ്റ് ചെയ്തപ്പോൾ സീരിയസ് ആയിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, 1-ാം വാർഡിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ മമ്മിയെ കൂട്ടി ചങ്ങനാശ്ശേരി വന്നു. മമ്മിയെ വീട്ടിലേക്ക് വിട്ടു. മമ്മിയും പെങ്ങന്മാരെയും വീട്ടിൽ വിട്ടിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ബസ് കയറുകയാണ്. ആക്ച്വലി ഈ ട്രിവാൻഡ്രം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ യാത്ര ചെയ്തിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. തിരുവല്ലയ്ക്ക് അപ്പുറം എനിക്കൊരു സ്ഥലം അറിയില്ല. അപ്പോൾ രാത്രിയായി, 8:30 എൻ്റെ കയ്യിൽ ആകെപ്പാടെ കർത്തൃമേശയ്ക്ക് പാസ്റ്റർ തന്ന പൈസയിൽ 100 രൂപയിൽ ബാക്കി 50 രൂപയുണ്ട്. ചർച്ചിൽ നിന്ന് ഒരു അങ്കിൾ എനിക്കൊരു 50 രൂപ തന്നു. എൻ്റെ ചേച്ചി എനിക്ക് 20 രൂപ തന്നു. അങ്ങനെ 120 രൂപ എൻ്റെ കയ്യിലുണ്ട്. ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ബസ് കയറുമ്പോൾ ഏകദേശം രാത്രി 8:30. എനിക്ക് എവിടെ ഇറങ്ങണം, ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് എവിടെ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വണ്ടിയെ കയറിയിരിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ കയറി വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവാത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. എന്നോട് പിന്നെയും ദൈവാത്മാവ് സംസാരിക്കും, നിന്നെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിന്നെ ഒറ്റയ്ക്ക് നിർത്തും, ധൈര്യപ്പെടുത്തും, ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ ദൈവാത്മാവ് സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ എവിടെ ഇറങ്ങണമെന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സഹയാത്രികനോട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോകാൻ എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേശവദാസപുരം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഇറങ്ങിയാൽ മതി, അവിടുന്ന് ഇനി രാത്രി വണ്ടി ചെല്ലുമ്പോഴത്തേന് ഏകദേശം 12:45 1 മണിയാകും, അവിടുന്ന് അങ്ങോട്ട് ബസ്സൊന്നും കിട്ടത്തില്ല, ഓട്ടോ എല്ലാം വിളിച്ചാൽ പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് കേശവദാസപുരത്ത് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് 2 പേര് കാപ്പിയൊക്കെ ആയിട്ട് വരിക. അവരോട് പറഞ്ഞു ഈ പയ്യനെ 1-ാം വാർഡ് ഒന്ന് കാണിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ അവരുടെ കൂടെ വിട്ടു. അങ്ങനെ ഞാൻ 1-ാം വാർഡിലേക്ക് ചെല്ലുമ്പോൾ 1-ാം വാർഡിൽ ചെന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. തറയിലും ബെഡിലുമൊക്കെ ആളുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. 3 റോയുണ്ട്. ഞാനിങ്ങനെ 3 റോയിലും കൂടെ നോക്കുമ്പോൾ എൻ്റെ പപ്പയെ കാണുന്നില്ല. അങ്ങനെ ഞാൻ വേഗത്തിൽ നോക്കിയതുകൊണ്ട് കാണാതായതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നോക്കാം എന്ന് വിചാരിച്ച് വീണ്ടും നടക്കുമ്പോൾ എൻ്റെ പപ്പയുടെ സ്നേഹിതനായ ബേബി തോമസ് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, സാമല്ലേ ചങ്ങനാശ്ശേരിയിൽ നിന്ന്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഓക്കെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഓടിപ്പോയി ഡോക്ടറോട് പറയുന്നത്, ഡോക്ടറെ ചങ്ങനാശ്ശേരി നാൾ വന്നു എന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരി നാൾ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പപ്പ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോയിട്ട് വന്നിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരെ പറഞ്ഞിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് വരാതെ നിർത്തി. എന്നോട് പറഞ്ഞു മമ്മിയുടെ പേര് കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ താഴെ വിട്ടു. ഞങ്ങൾ 2 പേര് പോയിട്ട് തിരിച്ച് അഡ്രസ്സൊക്കെ കൊടുത്ത് വന്ന ആശുപത്രിയുടെ വരാതെ നിൽക്കുകയാണ്. വരാതെ നിൽക്കുമ്പോൾ പപ്പയുടെ സ്നേഹിതനായ ബേബി തോമസ് എന്ന് പറയുന്ന ദേവദാസൻ എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്. കൂടെ ചർച്ചിലുണ്ടായിരുന്ന 2 സഹോദരങ്ങളുണ്ട്. അവരെന്നോട് പറയുന്ന വാക്കിങ്ങനെയാണ്, മോനെ മോർച്ചറി വെക്കാനൊക്കത്തില്ല, നമുക്ക് എത്രയും വേഗം പോകണം. ആക്ച്വലി ആ സമയത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ആകെ ആശ്രയം ഉണ്ടായിരുന്ന പിതാവാണ്.
അന്നത്തെ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്കൊന്ന് 19 വയസ്സേ ഉള്ളൂ. എൻ്റെ മൂത്തത് 3 പേര്, ഇളയവർ 3 പേര്, 6 സഹോദരിമാർ. ആരെയും വിവാഹം ചെയ്ത് അയച്ചിട്ടില്ല, ആർക്കും ജോലിയില്ല, കയറി കിടക്കാൻ ഒരു വീടില്ല, 1 സെൻറ്റ് ഭൂമിയില്ല, പപ്പയുടെ മമ്മിയുടെ പേരിൽ 1 രൂപ സമ്പാദ്യമില്ല. ആക്ച്വലി ഒരു എന്താ പറയുക, ഭൂമി താഴേക്ക് പോകണോ എന്തെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി. കാരണം ഇവരൊത്തിരി ടെൻഷനിലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചെന്നറിഞ്ഞപ്പം ഡോക്ടർ പറയുന്നുണ്ട് മോർച്ചറിയിലേക്ക് മാറ്റാൻ. പക്ഷേ ഇവരതിന് സമ്മതിക്കുന്നില്ല. കാരണം മോർച്ചറിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു സമയമാകും ഡെഡ് ബോഡി വിട്ട് കിട്ടണമെങ്കിൽ. രണ്ടാമത് ഇവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അന്ന് ഒരു സംഭവം നടന്നു. പപ്പ ബേച്ചാനോട് പറയുക, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചിലുണ്ടായിരുന്ന ശീലാസ് എന്ന് പറയുന്നൊരു അങ്കിളുണ്ട്. അദ്ദേഹത്തോട് എൻ്റെ പപ്പ പറഞ്ഞു, ശീലാസ് ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഇനി വരുമ്പം വന്നാൽ മതി. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു 10 രൂപ പാസ്റ്റർ ചെന്നാൽ കൊടുക്കാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലോട്ട് വന്നിട്ട് വെറും കയ്യോടെ വിടണമല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു, എഴി പാസ്റ്റർ വരും, എന്ത് ചെയ്യും? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അച്ഛാ, കുറച്ച് നാളികേരം പൊതിക്കെ ഒരു വാഴക്കുള്ള വെട്ടിയിട്ട് കുറച്ച് നമുക്ക് പായ്ക്ക് ചെയ്ത് പാസ്റ്റർ കൊടുത്ത് വിടാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതെല്ലാം റെഡിയാക്കി വെച്ച് പപ്പ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പപ്പ ഈ ശിലാസങ്ങളോട് പറയുകയാണ്, എന്നെ ആയൂർ വരെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയൂർ വരെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വണ്ടിക്കൂലിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ നെടുമങ്ങാട് വരെ വരാം. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ വണ്ടിക്കൂലിയുടെ കാര്യം ഓർക്കണ്ട, ഞാൻ എടുത്തോളാം, എൻ്റെ കൂടെ ആയൂർ വരെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ നെടുമങ്ങാട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ആയൂർ ബസ് കയറി പൊക്കോളാം, ഞാൻ ഇനി അവിടെ വരെ വരണോ എന്ന് ചോദിച്ച്. എന്നാൽ ശരി അച്ഛാ പൊക്കോളാം പറഞ്ഞ് ഇദ്ദേഹത്തെ പറഞ്ഞ് യാത്ര അയച്ചു വിട്ടു. പപ്പയെ ബസ്സിൽ ഇദ്ദേഹം യാത്ര പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കല്ലാറിന് പോകാനുള്ള ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സ് തോന്നി, പാസ്റ്റർ വണ്ടി പോയോ ഇല്ലയോ എന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം തിരിച്ചു ബസ്സിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ബസ്സിൽ വളരെ ആൾക്കൂട്ടം. ഈ പപ്പ യാത്ര അയച്ചത് കണ്ട കണ്ടക്ടർ പറഞ്ഞു, താൻ എന്തു മനുഷ്യനാടോ, താൻ സുഖമില്ലാത്ത ആളെ ഇവിടെ ആക്കിയിട്ട് താൻ എവിടെ പോയതാടോ എന്ന് ചോദിച്ച് ഈ കണ്ടക്ടർ അദ്ദേഹത്തോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്, ഞാൻ ബസ് കയറ്റി വിടാൻ വന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. അദ്ദേഹം പപ്പയെ പെട്ടെന്ന് നെടുമങ്ങാട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് അവർ പറഞ്ഞ് സീരിയസ് ആണ്, അതുകൊണ്ടാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നത്. സത്യത്തിൽ ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ എൻ്റെ പിതാവ് വഴി കിടന്ന് മരിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി കൂടെയുണ്ട്. ആ ചർച്ചിലുള്ള വേറൊരു ശീലാസ് എന്ന് പറയുന്ന സോമൻ എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്. ഇവരുടെ കയ്യിൽ ആരുടെ കയ്യിൽ പണമില്ലാഞ്ഞുകൊണ്ട് ഇവർ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് കയറ്റാൻ അനുവദിക്കുന്നില്ല. മോൻ ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വീട്ടിലേക്ക് വിവരം അറിയിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഫോൺ വരുന്നത്, അവർ പറഞ്ഞു ഇങ്ങനെ മോൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ ഞാനവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരെന്നോട് പറയുന്ന വാക്കിതാണ്, ഈ ആശുപത്രിയുടെ വരാന്തയിൽ പപ്പയുടെ മരണവാർത്ത പറഞ്ഞതിന് ശേഷമായിട്ട് ഇവരെല്ലാം അങ്ങ് പോയി. ഞാൻ ആ ആശുപത്രിയുടെ വരാന്തയിൽ ഒറ്റയ്ക്ക് നിൽക്കുക. എനിക്ക് വാവിട്ട് കാണണമെന്നുണ്ട്. കാരണം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ആ ഒരു ശബ്ദം കേട്ടു, നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുന്നൊരു അഭിഷേകം ഞാൻ നിൻ്റെ മേൽ തന്നിട്ടുണ്ട്, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു അഭിഷേകം ഞാൻ നിൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു മാസമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഈ ഒരു ഘട്ടത്തിലേക്ക് ധൈര്യപ്പെടുത്തുമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തായിരുന്നാലും കൊള്ളാം. പെട്ടെന്ന് തന്നെ ഇവർ ആംബുലൻസൊക്കെ വിളിച്ച് പപ്പയുടെ ഡെഡ് ബോഡി ആംബുലൻസൊക്കെ കയറ്റി ഞങ്ങൾ അവിടുന്ന് ഏകദേശം 1 മണി കഴിഞ്ഞപ്പോൾ യാത്ര തിരിച്ചു. എന്നാൽ എൻ്റെ മാതാവും എൻ്റെ സഹോദരിമാരും പപ്പയുടെ മരണവാർത്ത അറിഞ്ഞില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. കാരണം ഞാൻ ആ സമയത്ത് ബസ്സിലായിരുന്നത് കൊണ്ട് ഞാനും അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കും, ഇവരോട് എങ്ങനെ പറയുമെന്നൊക്കെ ഉള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല പപ്പ മരിച്ച വിവരം എൻ്റെ സഹോദരിമാരെയും മമ്മിയൊക്കെ അറിയിച്ചിരുന്നു എന്നുള്ളത്. എനിവേ ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് യാത്ര തിരിച്ചു. ഏകദേശം കൊട്ടാരക്കര എത്തിയപ്പോൾ വാഹനം നിർത്തി. ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ സ്നേഹിതനായ ബേബി തോമസ് പാസ്റ്റർ ചോദിച്ചു,
മോനെ ആംബുലൻസിന് കൊടുക്കാൻ പണം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പിന്നെ ഒരു ചിന്തയും കൂടെ, മെഡിക്കൽ കോളേജിലെ വണ്ടിയല്ല, അതിന് പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് അങ്ങനെ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനും ആകെപ്പാടെ വിഷമിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഏകദേശം 1500 രൂപയും മേളിലാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് കരുതും. അങ്ങനെ രാവിലെ 4:30 ആയപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വരികയാണ്. ആക്ച്വലി എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചിന്ത എൻ്റെ മമ്മിയെയും സഹോദരിമാരെയും ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ രാവിലെ 4:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ എൻ്റെ സഹോദരിമാരും എൻ്റെ മമ്മിയുടെ എന്നോട് ചോദിക്കുന്ന ചോദ്യം, മോനെ നമുക്കിനി ആരുണ്ട്? ആക്ച്വലി ആകെ ആശ്രയമുണ്ടായിരുന്ന പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ്. സുവിശേഷ നിമിത്തം പപ്പയുടെ വീടും വിട്ട് മമ്മിയുടെ വീടും വിട്ട് ഞങ്ങൾ വാടക വീടുകളിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുകയാണ്. ആശ്രയിക്കാനൊരു മനുഷ്യനില്ല. അങ്ങനെ ഇരിക്കവേ പപ്പയുടെ മരണം നടന്ന് 2001 ജനുവരി 1 രാവിലെ 4:30 ആയപ്പോൾ പപ്പയുടെ ഡെഡ് ബോഡി ആയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ ഡെഡ് ബോഡി എല്ലാം കയറ്റി വെച്ചു. പിന്നെ വെളുപ്പിനെ ഞാൻ തന്നെ STD ബൂത്തിൽ പോയി പപ്പയുടെ സ്നേഹിതരെയും എല്ലാവരെയും അറിയിച്ചു, ചർച്ചിൽ അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ വന്നു. ഗ്രാൻഡ് ഫാദർ വന്നു വെച്ചാൽ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഡെഡ് ബോഡി കൊണ്ടുവരാൻ നിന്നോട് ആര് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ പപ്പ മരിച്ചെന്ന് അറിഞ്ഞല്ല, ഞാൻ സുഖമില്ലെന്ന് അറിഞ്ഞാൽ പോയേ. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇത്രയും തന്നെ ചെയ്തില്ലേ, നീ തന്നെ ബാക്കിയെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അപ്പം ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരെല്ലാം വീടിൻ്റെ മുറ്റത്ത് പന്തലിടുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, ഇതാരാ ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ പപ്പയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അപ്പച്ചൻ ഇങ്ങനെ വാവത്തിട്ട് ചോദിച്ചു, അയ്യോ സ്വന്തം മകനല്ലേ, ഒരു നോക്ക് കാണാതെ പോയല്ലോ, വേറൊന്നുമല്ല സുവിശേഷത്തെ പ്രതിയാണ്. അങ്ങനെ അവരങ്ങ് പോയി. ഒരു 12:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു, ഞങ്ങൾക്ക് ബോഡിയൊന്നും കാണണ്ട, നിങ്ങൾ അടക്കിക്കോ. അങ്ങനെ അവസാനം പാസ്റ്റേഴ്സ് എല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാമ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മരിച്ച ഒരാളെ കൊണ്ട് നടന്നാണോ കാണിക്കേണ്ടത്? അല്ലല്ലോ, വന്ന് കാണുകയല്ലേ. അപ്പോൾ അവർ വളരെ കട്ടായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പാസ്റ്റർമാർ പറഞ്ഞു, മോനെ എടാ നിനക്ക് ഇത്രയും പെങ്ങന്മാരല്ലേ, നാളെ ഒരു ആവശ്യം വരുമ്പോൾ അവരൊക്കെ വേണ്ടേ, അതുകൊണ്ട് നീ ഒന്ന് വില്ലിങ് ആവ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കൊള്ളാം. പപ്പയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബോഡിയൊക്കെ വെച്ചു. ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞ് തിരിച്ച് മല്ലപ്പള്ളി കൊണ്ടുവന്ന് അടക്കമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാപ്പന്മാരും എൻ്റെ ഗ്രാൻഡ് ഫാദറും എന്നോട് വന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നീ ഇനി എങ്ങനെ ജീവിക്കും? അപ്പം ഞാൻ പറഞ്ഞു, ഇതുവരെ കർത്താവ് നടത്തി, ഇനി മേലാലും നടത്താൻ ദൈവശക്തനാണ്, നിങ്ങൾ ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് ബൈ പറഞ്ഞു പോയതാ. പിന്നെ ഞാൻ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ ആരും ഇതുവരെ തിരക്കി വന്നിട്ടുമില്ല. അങ്ങനെ 2001 ജനുവരി 1, എനിക്കന്ന് 19 വയസ്സേ ഉള്ളൂ. 19 വയസ്സുള്ള സമയം മുതൽ 6 പെങ്ങന്മാരും അമ്മയടങ്ങുന്നൊരു കുടുംബം പോറ്റാൻ തുടങ്ങിയവനെ. പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഇത്രയും വലിയൊരു കുടുംബം എങ്ങനെ പോറ്റുമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ. ഒന്നാമത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ 3 വർഷം എനിക്ക് വെറുതെ ആകും. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയും വലിയൊരു കുടുംബം പോറ്റണം, 8 പേരുടെ വയറ് കഴിയണം. അപ്പം ആർക്കും ജോലിയില്ല, ജീവിക്കാൻ വേറെ വരുമാന മാർഗ്ഗമില്ല, വീട്ടുവാടക കൊടുക്കണം, എനിക്കെൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, ആശ്രയിക്കാനൊരു മനുഷ്യനില്ല. എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാനും പറ്റത്തില്ല, കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിമാർ വിഷമിക്കും. ആ സമയത്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് കരയത്തില്ല, ഞാൻ നടക്കും. കോളേജിൽ പോകുമ്പോൾ ഞാൻ വഴിനീളം നടക്കും. ആരും കാണാത്ത സ്ഥലമൊക്കെ വരുമ്പം ഞാൻ വാവിട്ട് കരയും. കാരണം എൻ്റെ തോളിൽ തട്ടി സാരമില്ല എന്ന് പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. മമ്മിയുടെ വീട്ടുകാരില്ല, പപ്പയുടെ വീട്ടുകാരില്ല, ആശ്രയിക്കാനൊരു മനുഷ്യനില്ല. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒറ്റപ്പെട്ടൊരു ജീവിതം. അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഒരു ദൈവശബ്ദം ഇങ്ങനെ കേട്ടു. കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ കുറേനക്കാരനായ ശീമോൻ വയലിൽ നിന്ന് കയറി വരികയായിരുന്നു. പടയാളികൾ നിർബന്ധിച്ച് ഈ ശീമോനെ കൊണ്ട് യേശുവിൻ്റെ ക്രൂശ് ചുമപ്പിച്ചു. ആ ശീമോൻ്റെ മക്കൾ അലസന്ദ്ര റൂപ്പോസും ക്രിസ്തുവിൽ പ്രസിദ്ധരായെന്ന് വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിർബന്ധത്താൽ ഒരുവൻ ക്രൂശ് എടുത്തപ്പോൾ അവനെ അവൻ്റെ സന്തതിയെ ഞാൻ ഓർത്തെങ്കിൽ
മനസ്സോടെ എന്നെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ തലമുറയെ ഞാൻ മറക്കുമോ? ആക്ച്വലി അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ ഹോളെന്ന് പറയുന്നത് കർത്താവിനോട് പറഞ്ഞ ആ വാക്കാം. കാരണം എൻ്റെ പിതാവിനെ കുറിച്ച് എനിക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം 20 വർഷം താൻ കർത്താവിന് വേല ചെയ്തു, ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഒപ്പം നിന്ന് അത്രയും നാൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കോൺവെർസേഷൻ ഇങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു, നീ അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ ചെയ്തെങ്കിൽ പപ്പ വാങ്ങുക, ഞാൻ ചെയ്താൽ ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അവസാനം സംസാരിച്ച് നിർത്തിയത്. പക്ഷേ അതിനുശേഷം പിന്നെ മരിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അടക്കമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ കുടുംബം പോറ്റണം, എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, രാവിലെ ട്യൂഷന് പോകും, 2-3 ട്യൂഷൻ എടുക്കും, വൈകുന്നേരം 2-3 ട്യൂഷൻ എടുക്കും. ആ സമയങ്ങളിൽ കീബോർഡ് വായിച്ചും പാട്ട് പാടിയും ഒക്കെ ഞാൻ എൻ്റെ കുടുംബം പുലർത്തി. അങ്ങനെ ഒപ്പം മരിച്ചൊരു സമയത്താണ് എൻ്റെ പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് തിരുവല്ല ഷാരോൺ ടൗൺ ചർച്ചിൽ കീബോർഡ് വായിക്കാൻ, സൺഡേയിൽ കീബോർഡ് വായിക്കാനുള്ളൊരു അവസരം കർത്താവ് തന്നത്. അങ്ങനെയാണ് പാസ്റ്റർ ടൈറ്റസ് ജോൺസനെയൊക്കെ പരിചയപ്പെടാനും ഒരുമിച്ച് പാടാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും ഒക്കെ ഇടയായിത്തീരുന്നത്. അങ്ങനെ ആ ഒരു ബന്ധം പ്രിയ ടൈറ്റസ് സാറുമായിട്ട് എനിക്കുണ്ട്. അങ്ങനെ പപ്പ മരിച്ചതിന് ശേഷമായിട്ട് പിന്നീട് പാട്ട് പാടിയും കീബോർഡ് വായിച്ചും ഒക്കെ. ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടംപോലെ വേദികൾ കർത്താവ് തന്നു. എന്നാൽ ഒരു കാര്യം ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുക, പപ്പ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി ദിവസങ്ങൾ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ പപ്പ മരിച്ചിട്ട് ഇന്ന് വരെ ഒരു നേരത്തെ ആഹാരത്തിന് ദൈവം മുട്ടുവരുത്തിയിട്ടില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ 6 സഹോദരിമാരെ വിവാഹം ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം ഇത്രയും പേരെ പോറ്റി പുലർത്തണമോ അതോ ഇവരെ വിവാഹം ചെയ്ത് അയക്കണം? പപ്പ മരിക്കുമ്പോൾ 26 വയസ്സുണ്ട് മൂത്ത ചേച്ചിക്ക്, എനിക്കന്ന് 19 വയസ്സുണ്ട്. ഇതിനിടയ്ക്ക് 2 പേരും കൂടെ ഉണ്ട്. അവരുടെ പ്രായം നിങ്ങൾ ഊഹിക്കുക. കാരണം ഈ 3 പേരെ ഒരുമിച്ച് വിവാഹം ചെയ്ത് അയക്കാൻ കഴിയുന്ന പരുവത്തിൽ നിൽക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പപ്പ മരിച്ചു. പപ്പ മരിച്ചതിന് ശേഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാർ പറഞ്ഞു, ഇവിടുന്ന് മാറിത്തരണം, കാരണം ഇനി വാടക കിട്ടുപോയില്ലോ എന്നറിയത്തില്ലല്ലോ. അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളായി. അവസാനം ആ സമയങ്ങളിലൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2001 നവംബർ 5-നും 17-നുമായിട്ട് 2 ചേച്ചിമാരുടെ വിവാഹം നടത്തുകയാണ്. ഒക്ടോബർ 20-ാം തീയതി നിശ്ചയമാണ് കേട്ടോ. നിശ്ചയം ഞാൻ ആദ്യമായിട്ട് കാണുകയും നടത്തുകയും കൂടെ. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണവന്മാരില്ല, അപ്പനില്ല, അപ്പൻ്റെ വീട്ടുകാരില്ല, അമ്മയുടെ വീട്ടുകാരും ഇല്ല. അങ്ങനെ ഈ നിശ്ചയം നടത്തുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വീട്ടുകാരാണല്ലോ, വീട്ടിലെ ആരെങ്കിലും ആണല്ലോ, അത് അഡ്രസ്സ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ എന്നോട് ചർച്ചിലെ സെക്രട്ടറി വന്നിച്ച് പറഞ്ഞു, മോനെ എന്തിനാ ഇവിടെ എല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്, നീ പറയണം. അങ്ങനെ ഞാനത് പറഞ്ഞു. അതിനുശേഷം കുറി കൈമാറാനായിട്ട് ആളില്ല. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ കല്യാണത്തിന് കുറി കൈമാറിയവനെ ഞാൻ, ആരുമില്ല എന്നിട്ട്. അങ്ങനെ അത്ഭുതകരമായിട്ട് ആക്ച്വലി അത് ആ വിവാഹമൊക്കെ നടക്കുന്നത് വളരെ അതിശയമാണ്. കാരണം വേറെ ആരുമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, വീട്ടുകാരെ വിളിക്കുന്നില്ലേ, അവരെ വിളിക്കുന്നില്ല, ഇവർ. ആ സമയത്ത് ഞാൻ ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ എന്ത് ചെയ്യണം? കർത്താവിനോട് പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എന്നോട് കർത്താവ് പറഞ്ഞു, നേരെ തിരിച്ച് ചിന്തിക്കുക, ദൈവം പ്രതികൂലമാണെങ്കിൽ ആരൊക്കെ അനുകൂലം നിന്നാലും നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, കർത്താവേ വേറെ ആരും വേണ്ട, അങ്ങ് മാത്രം മതി. അങ്ങനെ മൂത്ത 2 ചേച്ചിമാരുടെ വിവാഹം നവംബർ 5-നും 17-നുമായിട്ട് 2001 നടന്നു. അതിനുശേഷമായിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമായിട്ട് 2002 ആന്ധ്രയിൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷമായിട്ട് ഇറ്റാർസി കുര്യൻ തോമസിൻ്റെ ബയോ കോളേജ് മ്യൂസിക് പ്രൊഡക്ഷൻ ഒരു ടീമായിട്ട്, ഒരു ആക്ടർ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിൽ വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഞാൻ നോർത്തിലേക്ക് പോകുന്ന സമയങ്ങളിലാണ് പപ്പയുടെ മരണം കഴിഞ്ഞ സമയത്ത് പപ്പയുടെ സ്നേഹിതരെ പലരെയും ഞാൻ പപ്പയുടെ മരണം അറിയിച്ച കൂട്ടത്തിൽ പപ്പയുടെ അടുത്തൊരു സ്നേഹിതനായിരുന്ന പാസ്റ്റർ AC ജോർജ്, അവർ ദുബൈയിൽ അജ്മാനിലാണ് ഫാമിലി. AC ജോർജ്, ജെസ്സി ജോർജ്, ആ പ്രിയ കുടുംബം പപ്പയുടെ ഏറ്റവും അടുത്തൊരു സ്നേഹിതരായിരുന്നു. ആക്ച്വലി പപ്പയെ ദുബൈക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പ്ലാനും അവർ ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ കത്ത് അവരുടെ അടുക്കൽ ചെല്ലുന്നത്, പപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഉടനെ അവരെ അത് വളരെ സ്ട്രൈക്ക് ചെയ്തു.
പെട്ടെന്ന് തന്നെ അവരുടെ സ്നേഹിതൻ ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹം ട്രിവാൻഡ്രം കിളിമാനൂരുള്ള തുളസീധരൻ എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് അയച്ച് ഞങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, മോനെ നീ പാസ്പോർട്ട് എടുക്കുക, എങ്ങനെയെങ്കിലും നിന്നെ ദുബൈക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്ന് പറയാനിടയായിത്തീർന്നു. ആക്ച്വലി എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം എന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും മാതാവിനെ പോലെ കരുതുകയും ചെയ്ത ഒരു കുടുംബമാണ് അജ്മാനിലുള്ള എസ് ജോർജ്, ജെസ്സി, ആൻറ്റി എന്ന് പറയുന്ന പ്രിയ കുടുംബം. പ്രത്യേകിച്ച് അവർ ആരെങ്കിലും ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ മൂത്ത മോനാണെന്നാണ്. അങ്ങനെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തൊരു കുടുംബമാണ്. ആക്ച്വലി എൻ്റെ ഒരു ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിലും ഒപ്പം എൻ്റെ ഒരു വെൽവിഷർ എന്നുള്ള നിലയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്തൊരു കുടുംബം അവർ. അങ്ങനെ 2003 ഓഗസ്റ്റ് 18 ഞാൻ ദുബൈയിലേക്ക് പോകുകയാണ്. അവരെനിക്ക് വിസയും ടിക്കറ്റും എല്ലാം അവർ തന്നെ എടുത്ത് തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കുറേ നാളുകൾ അവരോടൊപ്പം പാർക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. അതിനുശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവരുടെ കൂടെ പാർക്കാനായിട്ട് കർത്താവ് എനിക്ക് അവസരം തന്നു. എന്നാൽ 2003 ഓഗസ്റ്റ് 18 ഞാൻ ദുബൈയിലെത്തി. 2005 എൻ്റെ നേരെ മൂത്ത പെങ്ങളുടെ വിവാഹം നടക്കുകയാണ്. 2 മാസത്തെ ലീവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരാതെ എൻ്റെ മൂത്ത അളിയന്മാരെ ചേർത്ത് ഈ നേരെ മൂത്ത ചേച്ചിയുടെ കല്യാണമൊക്കെ നടത്തി. എന്നാൽ 2006 ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ മറ്റൊരത്ഭുതം ചെയ്തു. ആക്ച്വലി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പപ്പയുടെ വീട്ടുകാരൊക്കെ ഞങ്ങളെ കൈവിട്ടു, എല്ലാവരും പ്രതികൂലമായി. അങ്ങനെ വാടക വീടുകളിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ചിന്ത, ഞാനില്ലാത്ത സമയത്ത് എൻ്റെ മമ്മിയും എൻ്റെ സഹോദരിമാരും ഒരു വീട് അന്വേഷിച്ച് വാടകയ്ക്ക് പുതിയൊരു വീട് അന്വേഷിച്ച് മാറുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ദുബൈയിൽ വെച്ച് ഒരാൾ എന്നോട് പറയുക, ഫെഡറൽ ബാങ്കിൽ ദുബൈയിലെ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. അങ്ങനെ ഞാനൊരു സാലറി സർട്ടിഫിക്കറ്റ് ആയിട്ട് ദുബൈയിൽ നിന്ന് നാട്ടിൽ വന്നു. എനിക്ക് കുന്നന്താനത്ത് ഫെഡറൽ ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ബാങ്ക് മാനേജറുടെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, സാറേ എനിക്കൊരു ലോൺ വേണം, ഒരു വസ്തു വാങ്ങിക്കാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലോണ് തരാം, പക്ഷേ ഞാൻ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണം. അതായത് ആധാരത്തിൻ്റെ കോപ്പി, മുന്നാധാരം, കരമടച്ച രസീത്, ബാധ്യത സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ മാപ്പ്, ഈ 5 കൂട്ടം കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പം ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഞാൻ ആ സ്ഥലം അന്വേഷിച്ച് നടക്കുക. എനിക്കൊരു മാസത്തെ ലീവേ ഉള്ളൂ. ഞാൻ ആ 1 മാസത്തെ ലീവിനാണ് ഞാൻ വരുന്നത്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് ആ കാലഘട്ടത്തിൽ സഹകരിച്ചുകൊണ്ടിരുന്ന ദേവദാസുണ്ട് ജോയ്, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാസ്റ്ററുണ്ട്, ബിനു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വന്ന് എന്നെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, സമയം എന്തായി കാര്യങ്ങൾ, വസ്തുവൊക്കെ വാങ്ങിക്കുന്നൊക്കെ കേട്ടല്ലോ, എന്തായി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ബാങ്കിൽ ചെന്ന് സംസാരിച്ചു, അവർ പേപ്പേഴ്സൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ കണ്ടു, അവർ പ്രാർത്ഥിച്ചു പോയി. അപ്പം അതിനകത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു ബിനു എന്ന് പറയുന്നൊരു പാസ്റ്ററുണ്ട്, ബിനു ഈശോ. അദ്ദേഹം പറഞ്ഞു, വെറുതെ ഇരിക്കുമ്പോൾ മലപ്പള്ളിക്കൊക്കെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ പാലക്കത്തേടി എന്ന് പറയുന്ന സ്ഥലത്ത് മുക്കൂറിനടുത്ത് താമസിക്കുക. ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ പാസ്റ്റർ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, വസ്തുവെല്ലാം കണ്ടോ, വാങ്ങിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും ആയിട്ടില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ സാമിൻ്റെ പ്ലാന്? അപ്പം ഞാൻ പറഞ്ഞു, ഈ വസ്തു വാങ്ങിച്ചിട്ട് അതിൻ്റെ ലോണ് തീർന്നിട്ട് എന്നാ ഒരു വീട് വെക്കുന്നത്, അതുകൊണ്ട് വീടും സ്ഥലവും കൂടെ ഉള്ളത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വല്ലതും കണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, എന്നാൽ കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വാഹനത്തെ കയറ്റി ഞങ്ങളൊരു 3 വീട് കണ്ടു. അവസാനം വന്ന് വീട് കണ്ടിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു, ഇത് കൊടുക്കാനാന്ന് പറയുന്നത്, വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ ഞങ്ങൾ വിലയൊക്കെ പറഞ്ഞു. അതിന് ശേഷമായിട്ട് ഇദ്ദേഹം പോയി, ഞാനും വീട്ടിലേക്ക് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്ററിനോട് ചോദിച്ചു, എന്തായി സാമയ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, പേപ്പേഴ്സ് ഒന്നും റെഡി ആവുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാമിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല, 1 മാസത്തെ ലീവ് സാലറി മാത്രമേ ഉള്ളൂ, അത് 40,000-40,000 രൂപയുള്ളൂ, അല്ലാതൊന്നുമില്ല. അപ്പോൾ എന്നോട് പറയാം, സാമിൻ്റെ ഉള്ള അത്രയും പണം ഇഞ്ഞിതാ, ബാക്കിയിട്ട് ഞാൻ വസ്തു ഒഴിച്ച് തരാം. ഞാൻ കർത്താവേ, എന്നെ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ, എന്നെ പരിചയമില്ല, എൻ്റെ നാട്ടുകാരനല്ല, എൻ്റെ സ്വന്തക്കാരനല്ല, ഒന്നുമല്ല. അപ്പോൾ ഈ വസ്തുവിന് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതായ വസ്തു, നേരത്തെ ഒരു പഴയ വീടുണ്ടായിരുന്നു, ഇപ്പോൾ അത് പൊളിച്ചിട്ട് പുതിയ വീട് വരുന്നു. അന്ന് 2006 കാലഘട്ടം 3.5 ലക്ഷം രൂപ ഈ വീടിനും വസ്തുവിനും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഞാനങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞ് 1 മാസത്തേക്ക് ഈ പാസ്റ്ററും ബഹ്റിന് പോയി. തിരിച്ചു വന്നപ്പോൾ ഈ വീട്ടുകാരൻ്റെ അടുക്കൽ ഈ വസ്തു എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വസ്തു എൻ്റെ പേരിൽ എഴുതി, വീട് പെയിൻറ്റ് ചെയ്ത്, പ്ലംബിങ് ചെയ്ത്, വയറിങ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് ആധാരം എൻ്റെ മമ്മിയുടെ കൈ കൊണ്ടു കൊടുത്തിട്ട് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറയുക, സാമിനുള്ള കാലത്ത് ഈ പണം തന്നാൽ മതി. ആക്ച്വലി കുറേ നാളത്തേക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു വീടായെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു.
അതായത് 2006 ഡിസംബർ മാസത്തിലാണെന്ന് തോന്നുന്നു കർത്താവ് എനിക്കൊരു വീട് തന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ അതുപോലെ അനർത്ഥമാകുകയായിരുന്നു. കാരണം പിതാവ് കർത്താവിൻ്റെ വേല ചെയ്തു, പക്ഷേ അതിൻ്റെയൊക്കെ പ്രതിഫലം ഞങ്ങളുടെ തലമുറയുടെ കാലഘട്ടത്തിൽ ദൈവം നൽകുവാനിടയായിരുന്നു. അതിനുശേഷമായിട്ട് 2006 ഞാൻ വസ്തു വാങ്ങിച്ചതിന് ശേഷം, വീട് വെച്ചതിന് ശേഷം, വീട് കിട്ടിയതിന് ശേഷം എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇനി 3 പേരെ ഇളയവർ പഠിക്കാനുണ്ട്, ഇളയവരെ വിവാഹം ചെയ്തയപ്പിക്കാനുണ്ട്. അവർ 3 പേര് പഠിക്കുക. അതിൽ 2 പേര് നഴ്സിംഗ് പഠിച്ചു, 2 പേര് നഴ്സിംഗ് പഠിപ്പിച്ചു, ഒരാളെ BCA കമ്പ്യൂട്ടറും ഒക്കെ പഠിപ്പിച്ചു. ഇതിനിടയ്ക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കവേ എൻ്റെ വിവാഹം ഒന്ന് പെട്ടെന്ന് നടന്നാൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് 2006 മുതൽ ഞാനിങ്ങനെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ നീണ്ട ചില നാളുകൾ പോയി. 2011 ഞാൻ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച സമയത്ത് ആക്ച്വലി ഞാൻ ദൈവത്തോട് ഇത്ര മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവെ അങ്ങ് എനിക്ക് തന്ന ശുശ്രൂഷയ്ക്ക് സഹായിയായ ഒരു വ്യക്തിയെ ദൈവം എനിക്ക് തരണം. ഞാൻ വിവാഹത്തിന് ഞങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, കർത്താവിൻ്റെ വേലയ്ക്കുള്ള സമർപ്പണം നിനക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരാളാണ്. അവളൊരു പാസ്റ്റർ മകളാണ്. ഷാരോനിൽ പപ്പയും മമ്മിയും ഇന്നും ഷാരോനിലൊരു പാസ്റ്റർ കുടുംബമാണ്. അവർ മാന്നാമംഗലം, തൃശ്ശൂർ മാന്നാമംഗലത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചാലക്കുടിയിൽ ഉള്ളവരാണ്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 2011 നവംബർ മാസം 19 നടന്നു. എന്നാൽ ആ സമയങ്ങളിൽ വൈഫ് ഒരു നേഴ്സാണ്. അങ്ങനെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൾ പൂനെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു, റൂബി ഹാളിൽ. അതിനുശേഷമായി വിവാഹം കഴിച്ചതിന് ശേഷമായിട്ട് ഞാൻ അവളെ ദുബൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ 2011 ഡിസംബർ 4 ഞാൻ പോകുന്നു. 14 വൈഫും ദുബൈയിലെത്തുന്നു. പക്ഷേ അതിന് ശേഷം ഉണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത് ആക്ച്വലി വൈഫ് എൻ്റെ ജീവിതത്തിൽ അവൾ വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾക്കും ഞാൻ അനുഭവിച്ചതായ പ്രയാസങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്ന അവളുടെ വരവോടുകൂടിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് 2011 വൈഫ് അവിടെ വരുന്നു. അന്ന് മുതൽ വന്ന സമയം മുതൽ ഞങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കുമായിരുന്നു. അങ്ങനെ ദൈവവചനം വായിച്ച് ഉൽപ്പത്തി 1 മുതൽ ഇങ്ങനെ വായിച്ച് വരിക. അങ്ങനെ 41 അധ്യായം വായിച്ചു. 41 അധ്യായം വായിച്ച് 41 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ വാക്യമാണ്, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനത്തെയും ഒക്കെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ജീവിതാനുഭവമായിട്ടത് ഒത്തിരി കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എന്താ വായിച്ച് നിർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, കർത്താവ് നമുക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അവന് മനശ്ശെ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛന് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നേ ദിവസം ആ സമയങ്ങളിൽ ഞങ്ങൾ അജ്മാനിൽ താമസിക്കും കുടുംബമായിട്ട്. ആ ദിവസങ്ങൾക്ക് ദൈവത്തെ ആത്മാവോട് പറഞ്ഞു, ബാച്ചിലേഴ്സിന് വേണ്ടി ഒരു പ്രയർ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു പ്രയർ തുടങ്ങാം. അങ്ങനെ ആ പ്രയർ തുടങ്ങി ഒരു 3-4 ആഴ്ചകളായി തോന്നും. എല്ലാ സൺഡേയിലും ആ മീറ്റിംഗ് നടക്കുന്നത്. അന്ന് രാത്രി ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ദൈവദാസൻ, ബിജു ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം PMG ചർച്ചിൻ്റെ പാസ്റ്റർ, അദ്ദേഹം അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ മീറ്റിംഗ്, അദ്ദേഹത്തിന് പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം പലരോടും ഇങ്ങനെ വ്യക്തിപരമായി ദൂത് പറഞ്ഞിട്ട് അവസാനം എൻ്റെ അടുക്ക വന്നിട്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനത്തെയൊക്കെയും മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ആക്ച്വലി രാവിലെ ഞങ്ങൾ വായിച്ചതും പ്രാർത്ഥിച്ചതൊന്നും ആരും അറിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് കണ്ടു, ദൈവം അത് അറിഞ്ഞു. അങ്ങനെ ഇരിക്കവേ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ഞങ്ങളെ ഫുഡിന് വിളിക്കുക. ഞങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളന്ന് ഷാർജ PMG ചർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ പാസ്റ്റർ ഭവനത്തിലേക്ക് ഞങ്ങൾ ഫുഡിന് വിളിക്കുമ്പോൾ രാത്രിയിൽ വൈഫ് അവിടെ ചെന്ന സമയത്ത് വളരെ കുറച്ച് ആഹാരം കഴിച്ചപ്പം പാസ്റ്റർ വൈഫ് ചോദിച്ചു, എന്ത് പറ്റി നിഷ, എന്ത് പറ്റി ഇങ്ങനെ കഴിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, പിന്നെ ഒന്ന് നോക്കാൻ മേലായിരുന്നോ, കൺസീവ് ആയോ എന്ന്. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ്. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ഓരോ ദിവസവും എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ അന്നൊരു ഗിറ്റാർ ഉണ്ടായിരുന്നു. ഞാൻ ഗിറ്റാർ വായിച്ച് ഇങ്ങനെ പാട്ട് പാടും. അങ്ങനെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ച ഘട്ടങ്ങളിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ പോകുക. ആ സമയങ്ങളിൽ എനിക്കെൻ്റെ ജോലി നഷ്ടമായി, വൈഫിന് ജോലിയില്ല, വളരെ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുക.
അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞിന് ചെറിയൊരു മൂവ്മെൻറ്റ് അകത്തുണ്ടായ സമയത്ത് ഞാനിങ്ങനെ ഗിറ്റാർ വായിക്കുമ്പോഴൊക്കെ എത്ര അനക്കമില്ലാതെ കിടക്കുമ്പോഴും കുഞ്ഞ് വയറ്റിൽ അനങ്ങുന്ന കാണാം. അതിനുശേഷമായിട്ട് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ദിവസം വീട്ടിൽ വന്ന് ഇവനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ഗിറ്റാർ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ കൈകൾ ചലിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊരു മ്യൂസിക് സെൻസ് ഉണ്ട്. അങ്ങനെ ഈ മ്യൂസിക്കിനോടുള്ളൊരു ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി 3ാമത്തെ വയസ്സിൽ ഞങ്ങൾ അവനൊരു കീബോർഡ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുക്കുക. എന്നാൽ അവൻ്റെ ജനനം മുതൽ സത്യത്തിൽ ഞങ്ങൾ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളായിരുന്നു. അതായത് എനിക്ക് ജോലിയില്ല, വൈഫിന് ജോലിയില്ല, പ്രത്യേകിച്ചൊരു വിദേശ രാജ്യത്ത് ജോലിയില്ലാതെ കഴിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങൾ നടത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ 4 മാസം പ്രായമുള്ളപ്പോൾ, എൻ്റെ മോന് 4 മാസം പ്രായമുള്ളപ്പോൾ അമ്മയില്ലാതെ ഞാൻ അവനെ കൂട്ടി ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. കാരണം എനിക്ക് വിസയില്ല, മോന് വിസയുണ്ട്, നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഏകദേശം 3-4 പ്രാവശ്യം ഞാനും മോനും കൂടെ വിസിറ്റിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ജോലിയില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാൽ അതിനുശേഷം ദൈവം പടിപടിയായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി. 3rd ബർത്ത്ഡേക്ക് ഞങ്ങളൊരു കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷമായിട്ട് കുറച്ച് നാളുകൾ കുഞ്ഞ് നാട്ടിലായിരുന്നു. ആ സമയത്ത് ചർച്ചിൽ പോകും, കേൾക്കുന്ന പാട്ടുകൾ അവനിങ്ങനെ വീട്ടിൽ വന്നിട്ട് കീബോർഡിൽ ഇങ്ങനെ വായിക്കും. അതിനുശേഷമായിട്ട് ഞങ്ങൾ നീണ്ട നാളുകൾ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ദുബൈയിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ട് ഞാൻ 2007 മുതൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് തിരിഞ്ഞു. 5 വർഷത്തോളം 2 ദൈവാസന്മാർക്ക് അസോസിയേറ്റ് ആയിട്ടിരുന്നു. പിന്നീട് ഒരു 5 വർഷത്തോളം ഒരു സഭയുടെ പാസ്റ്ററായി കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2012 കാലഘട്ടം മുതൽ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഒരു ബിസിനസ് ഒരു പാർട്ണർഷിപ്പിലായിരുന്നു, അത് പിന്നെ പാർട്ണർക്ക് വിട്ടുകൊടുത്തു. അതിനുശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് ഞാൻ ഉമ്മൽക്കോവിലിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്നെക്കുറിച്ച് കർത്താവിനൊരു വേലയ്ക്കുള്ള വിളിയുണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നെങ്കിലും എൻ്റെ ഒരു താല്പര്യം കിട്ടുന്നതിൽ നല്ലൊരംശം കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിട്ട് ഒരു നല്ല സുവിശേഷകനായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ആയതുകൊണ്ട് ഞാൻ എന്താ പറയുക, ബിസിനസ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി എന്നോട് ഇടപെട്ടിട്ട് ഞാൻ ആ ജോലിയൊക്കെ വിട്ടിട്ട് സഭയുടെ ശുശ്രൂഷയൊക്കെ വിട്ടിട്ട് നാട്ടിലേക്ക് പോരാനായിട്ട് തീരുമാനിക്കുക, ദൈവശബ്ദം കേട്ടിട്ട്. അങ്ങനെ 2018 കാലഘട്ടങ്ങളിൽ ഞാൻ നാട്ടിലേക്ക് പോരാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഒത്തിരി ചിന്തകളായി. കാരണം ബിസിനസ്സും വിട്ടു, സഭയുടെ ശുശ്രൂഷയും വിട്ടു, നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ, നമുക്ക് നാട്ടിലൊരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. ആ സമയങ്ങളിൽ വളരെ നിരാശനായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം തകർക്കപ്പെട്ടൊരു രീതിയിൽ ഇറക്കിയ പൈസ പോലും എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവശബ്ദത്തിന് മുമ്പ് ഞാൻ എല്ലാം ഇട്ട് കളഞ്ഞേച്ച് ഞാൻ ഇറങ്ങുകയാണ്. നല്ല രീതിയിൽ ബിസിനസ് ഗ്രോ ചെയ്ത് വരുന്ന സമയത്താണ് ദൈവാത്മാവോട് പറയുന്നത് ഇട്ടിട്ട് പോകാൻ. അപ്പോൾ കർത്താവിനോട് ചോദിച്ചത്, ഞാൻ കർത്താവിനോട് പറഞ്ഞത്, കർത്താവ് കിട്ടുന്നതിന് നല്ലൊരു അംശം കർത്താവിൻ്റെ വേലയ്ക്ക് തന്നിട്ട് അങ്ങയുടെ വേല ചെയ്ത് അങ്ങനെയൊക്കെ പൊക്കോളാം, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിട്ടൊക്കെ പൊക്കോളാം. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അനുസരണം കിട്ടുന്ന നിൻ്റെ പൈസ എൻ്റെ വേലയ്ക്ക് എന്തിനാ? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിന് എന്നെ ആവശ്യം. അതുകൊണ്ട് ഞാൻ അതെല്ലാം വിട്ടിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ വീണ്ടും ഒരു ചിന്തയായി, എങ്ങനെ നാളെ നടക്കും, നാളെ എങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ ഞാനൊരു രാത്രിയിൽ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, നാളെ എന്താകും, നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ, എങ്ങനെ, എനിക്ക് അതിനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ഇല്ല. പ്രത്യേകിച്ച് ബൈബിൾ കോളേജ് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല, എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്ത് ചെറുപ്പം മുതലേ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചത് പാട്ടുകളാണ്. ഒപ്പം പല സന്ദർഭങ്ങളിൽ ദൈവം എനിക്ക് തന്ന വരികൾ സന്ദേശങ്ങളായും ഒപ്പം പാട്ടുകളായിട്ടുമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വഴിനീളെ ഇങ്ങനെ കരഞ്ഞു നടക്കുന്ന സമയത്ത് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, നാളെ എന്നത് നിൻ്റെ ഉള്ളിൽ വ്യാകുലമായിട്ട് തോന്നുമ്പോൾ ഇന്നലകളിൽ ഞാൻ നിന്നെ നടത്തിയത് നീ മറന്നോ? ആക്ച്വലി അതൊരു ദൈവശബ്ദം എന്നോട് ഇടപെടുന്നത് ഒരു പാട്ടായിട്ടാണ് വരുന്നത്. ഞാനത് വഴിനീളെ ആ പാട്ട് കർത്താവിനിക്ക് തന്ന വരികൾ പാടിയാണ് ഞാൻ നടക്കുന്നത്. അതായത് ആ പാട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്രശസ്തനായ ഗായകൻ കെസ്റ്റർ ആ പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ആ പാട്ടിൻ്റെ വരികൾ ഒന്ന് പാടാം. വേറൊന്നുമല്ല, അതിൻ്റെ അകത്തെ ആശയം ഇതാണ്, ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയത് ഓർക്കുമ്പോൾ നാളെയും നടത്തുവാൻ ദൈവശക്തനാണ്. എന്നോട് കൂടെ എൻ്റെ കുഞ്ഞും കൂടെ ജോയിൻ ചെയ്യും. അവൻ നല്ലൊരു കീബോർഡിസ്റ്റാണ്, മനസ്സേ. ഇപ്പോൾ അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓ, ദൈവം അനുഗ്രഹിക്കട്ടെ, മുന്നേ സഹായിക്കട്ടെ. ശരി, മനശ്ശയ്ക്ക് 6ാം ക്ലാസ്സിൽ
ദൈവത്തിന് സ്തോത്രം. ഗോഡ് ബ്ലസ് യു മോനെ. ഇച്ചിരൂടെ മാറിക്കോ കേട്ടോ മോനെ, കുറച്ചുകൂടെ ഒക്കെ കാണണമെന്നുണ്ട്. ഞാൻ ആ പാട്ടിൻ്റെ വരികളൊന്ന് പാടാം. നാളെ എന്നത് വ്യാകുലമായി എൻ്റെ ഉള്ളിൽ തോന്നുമ്പോൾ, പോയ നാളുകൾ വന്ന വഴികൾ മറന്നു ഞാനപ്പാ. നാളെ എന്നത് വ്യാകുലമായി എൻ്റെ ഉള്ളിൽ തോന്നുമ്പോൾ, പോയ നാളുകൾ വന്ന വഴികൾ മറന്നു ഞാനപ്പാ. അജ്ഞനാ അടിയനെ കാത്തല്ലോ ഈ നാൾ വരെ, അജ്ഞനാ അടിയനെ കാത്തല്ലോ ഈ നാൾ വരെ. നന്ദി നാഥാ, നന്ദി ദേവാ. യേശുവേ ജീവനേ പ്രാണനേ ആശ്രയേ, യേശുവേ ജീവനേ പ്രാണനേ ആശ്രയേ. ഇത്രമേ സ്നേഹിപ്പാൻ എന്തെന്നിൽ യോഗ്യത, ഇത്രമേ സ്നേഹിപ്പാൻ എന്തെന്നിൽ യോഗ്യത കണ്ടുവൻ നാഥാ പാപിയാമെന്നിൽ. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ദൈവം തന്നു. ആ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഒരുപാട് ഗാനങ്ങൾ എഴുതാൻ കർത്താവ് അവിടെയാക്കി. ഇങ്ങനെ 2011 എൻ്റെ വൈഫ് ദുബായ് വരുന്നതിന് ശേഷമായിട്ട് വൈഫിനൊരു ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടിയെങ്കിലും ആ ജോലിയിൽ കിട്ടുന്ന സാലറി വളരെ തുച്ഛമായ സാലറി ആയിരുന്നു. എന്നാൽ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്കൊക്കെ മാറ്റം വരുത്തി. പക്ഷേ സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ 2019 ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ ആ സമയത്ത് എനിക്ക് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ. അതിനുശേഷം അത് ഷിഫ്റ്റ് ചെയ്ത് മല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ സമയങ്ങളിലും കർത്താവിൻ്റെ വേലയ്ക്കുള്ള പൂർണ്ണമായൊരു വിളി എനിക്ക് ഉണ്ടായി. അങ്ങനെ ഞാൻ അതും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കവെയാണ് 2020 കാലഘട്ടത്തിൽ 2020 മാർച്ച് മാസമായപ്പോൾ പെട്ടെന്ന് തിരിച്ച് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെടുക. അങ്ങനെ ഞാൻ വൈഫിനോട് വിളിച്ച് പറഞ്ഞു, മോനെ ഞാൻ തിരിച്ച് ദുബായ്ക്ക് വരികയാണ്. അങ്ങനെ ദുബായ്ക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, 3 പേരുണ്ട്. അവരെയും കൂട്ടി ദുബായിലെത്തി. അപ്പോൾ അന്ന് വൈഫിനുള്ള സാലറി ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു പോകാനുള്ളതുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ ഞങ്ങൾ ദുബായിലെത്തി 2020 മാർച്ച് മാസം 13-ാം തീയതിയാണ് തോന്നുന്നു. 17-ാം തീയതി ആയപ്പോഴേക്കും കൊറോണ നിമിത്തം എല്ലാ എയർപോർട്ടുകളും ക്ലോസ് ചെയ്യുക. അങ്ങനെ ഇരിക്കവേ മാർച്ച് മാസം ഞാൻ അവിടെ എത്തുന്നു. ഏപ്രിൽ എല്ലാ മാസങ്ങളിലും 2-3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയങ്ങളിൽ കൊറോണ മുഖാന്തരം അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഒരു പാസ്റ്ററും അത് അവിടെയും പെട്ടുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഫാസ്റ്റിംഗ് ആണ്, വരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അടൂരുകാരനാണ്, വിനോദ് തോമസ് പോലെ. അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സംസാരിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-15 അധ്യായങ്ങളിൽ നിന്നാണ്. അതായത് ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു, ചെങ്കടൽ ദൈവം അവർക്ക് വേണ്ടി വറ്റിച്ചു. പക്ഷേ ചെങ്കടൽ കടന്ന സന്തോഷം അധികം നേരം നിന്നില്ല. ആക്ച്വലി പിന്നീടുള്ള ദിവസങ്ങൾ വെള്ളമില്ലാതെ നടക്കുന്ന സമയങ്ങളായിരുന്നു. അതുകൊണ്ട് ഇവരെ എത്തിച്ചേർന്ന് മാറയിൽ വന്നപ്പോൾ വെള്ളവും കുടിക്കാൻ പര്യാപ്തമല്ല, കയ്പ. അപ്പോൾ ഈ വചനവേദ ഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വെളിപ്പാട് പറഞ്ഞു. അതേ സമയം ഞാനൊരു വെളിപ്പാട് കാണുക, ഒരു വലിയ നദി, അത് പക്ഷെ പെട്ടെന്ന് കഷ്ടപ്പെട്ടായിട്ട്, അതായത് അതിൻ്റെ വീതിയും വ്യാപ്തിയെല്ലാം കുറഞ്ഞിട്ട് ചുരുങ്ങുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കവേ ജൂൺ മാസം ആയപ്പോഴത്തേക്ക് അടുത്തൊരു വാർത്ത കേൾക്കുകയാണ്. വൈഫിനോട് അവളുടെ ഹോസ്പിറ്റൽ അതോറിറ്റി പറയുകയാണ്,
ഇപ്പോൾ നിൽക്കുന്ന ജോലി തുടരുകയാണെങ്കിൽ 42% സാലറി കട്ട് ചെയ്യും. എനിക്കന്നേരം ജോലിയില്ല. ഒന്നാമത് കൊറോണ മുഖാന്തരം ഒത്തിരി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, എല്ലാവരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു. ഏകദേശം 50% ഞങ്ങൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. 42% സാലറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തുണ്ടാകും? ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും. സത്യത്തിൽ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അവസാനം ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളോട് പറഞ്ഞു, ഒത്തിരി ആലോചിച്ചു എങ്ങനെ ഇനി മുന്നോട്ട് പോകും. അപ്പം ഞാൻ രണ്ടാമത്തെ മോളോട് പറഞ്ഞു, മോനെ ഇനി സ്കൂളിൽ വിടാൻ ഡാഡിക്ക് പറ്റത്തില്ല. അവൾ പറഞ്ഞു ഓക്കെ, അന്നേരം UKG പഠിക്കുക. ഓക്കെ, ഞാൻ അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവൻ്റെ ക്ലാസ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ ഓരോ മാസം കഴിയും തോറും പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നാട്ടിൽ കയറി പോരാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആകെപ്പാടെ വലിയൊരു പ്രതിസന്ധി. ഒരു വശത്തൂടെ കൊറോണ, ഒരു വശത്തൂടെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായി. അങ്ങനെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, ഷിൻഡോ. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ആത്മീയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഷിൻഡോ എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എന്നോട് പറഞ്ഞ സാമേ, നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഷാർജയിലുള്ള ഒരു കട എന്നെ പരിചയപ്പെടുത്തുക. എന്നോട് പറഞ്ഞ സാമേ, അവിടുന്ന് 100 ദിർഹം അല്ലെങ്കിൽ 120 ദിർഹമിന് നമുക്കൊരു മാസത്തേക്കുള്ള പൾസസ് എല്ലാം മേടിക്കാൻ പറ്റും, പയറുവർഗ്ഗങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള അരി പലവിധ സാധനങ്ങളെല്ലാം വാങ്ങും. എന്നിട്ട് ലുലുവിലും നെസ്റ്റോയിലും ഒക്കെ ഓഫർ വരുമ്പോൾ ഓഫറിന് വാങ്ങുന്ന പച്ചക്കറി മാത്രം വാങ്ങും. എന്നിട്ട് അതായിരുന്നു ഞങ്ങളുടെ ആ കാലഘട്ടങ്ങളിലെ ആഹാരം. എന്നാൽ സമൃദ്ധിയായിട്ട് ദൈവം നടത്തി. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ നാളുകളിലൊക്കെ ഓരോ ദിവസവും മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പിന്നെയും പറഞ്ഞു, അന്ന് നിന്നോട് സംസാരിച്ച വേദഭാഗം ഒന്നുകൂടെ വായിക്കാൻ. അങ്ങനെ ഞാൻ പുറപ്പാട് പുസ്തകം 15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശ ഈ മാറായിലെ വെള്ളം മധുരമാകേണ്ടതിന് ദൈവം പ്രാർത്ഥനയിൽ മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് മുറിച്ചിട്ടപ്പോൾ ആ മാറായിലെ വെള്ളം മധുരമുള്ളതായി തീർന്നു. അങ്ങനെ ദൈവത്തിന് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി, ഈ മാറായ ദൈവം ഞാൻ മധുരമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. ആ ദിവസങ്ങളൊക്കെ എൻ്റെ വൈഫും വളരെ മാനസികമായിട്ട് ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണ്. അങ്ങനെ അവൾ ഡ്യൂട്ടിക്ക് പോയി, ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉപസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ വേദഭാഗങ്ങൾ വായിക്കാൻ. ആ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഞാൻ എന്നോട് കർത്താവ് ആ വചനങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിച്ച വചനങ്ങൾ ഞാനൊരു പാട്ടായിട്ട് എഴുതി. അങ്ങനെ ആ പാട്ട് എഴുതിയിട്ട് ഞാനത് ട്യൂൺ ചെയ്തിട്ട് ഞാൻ വൈഫിനെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു, മോനെ കർത്താവ് എനിക്കൊരു പാട്ട് തന്നു എന്ന് പറഞ്ഞ് ഞാൻ അവളെ പാടി കേൾപ്പിക്കുക. ആ പാട്ട് അത് യൂട്യൂബിലോട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന വരികൾ ഇങ്ങനെയാണ്: കരുതുവാൻ കർത്തൻ കൂടെ ഉള്ളപ്പോൾ കലങ്ങുവതെന്തിന് പ്രിയ സഖിയെ. ആക്ച്വലി ഞാൻ പ്രിയ സഖിയെ എന്ന് വിളിക്കുന്നത് എൻ്റെ വൈഫിനെയാണ്. ഞാനങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവളോട് പാടി പറയുന്ന അല്ലെങ്കിൽ ആ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ ആ പാട്ടിൻ്റെ വരികളൊന്ന് പാടാം. ഹല്ലേലൂയ. കരുതുവാൻ കർത്തൻ കൂടെയുള്ളപ്പോൾ കലങ്ങുവതെന്തിനു പ്രിയ സഖിയേ. കരുതുവാൻ കർത്തൻ കൂടെയുള്ളപ്പോൾ കലങ്ങുവതെന്തിനു പ്രിയ സഖിയേ. കരുത്തുള്ളതാം തൻ വലങ്കരത്താൽ നടത്തിയിടും നമ്മെ അന്ത്യത്തോളവും. കരുത്തുള്ളതാം തൻ വലങ്കരത്താൽ നടത്തിയിടും നമ്മെ അന്ത്യത്തോളവും. എൻ ബലവും എൻ ഗീതവും യഹോവയത്രേ, ദൈവമെൻ രക്ഷയുമല്ലോ. എൻ ബലവും എൻ ഗീതവും യഹോവയത്രേ, ദൈവമെൻ രക്ഷയുമല്ലോ. സ്തുതിച്ചിടും ഞാൻ യേശുവിനെ, പുകഴ്ത്തിടും ഞാൻ കർത്താവിനെ. സ്തുതിച്ചിടും ഞാൻ യേശുവിനെ, പുകഴ്ത്തിടും ഞാൻ കർത്താവിനെ. ചെങ്കടൽ പിളർന്ന ദൈവം കൂടെയുണ്ടെന്നാൽ മാറയിലെ വെള്ളവും മധുരമാകുമേ. ചെങ്കടൽ പിളർന്ന ദൈവം കൂടെയുണ്ടെന്നാൽ മാറയിലെ വെള്ളവും മധുരമാകുമേ. യഹോവതൻ കൽപ്പനകൾ അനുസരിച്ചിടാൻ മിസ്രയീമ്യ ബാധയൊന്നും യേശുവില്ല. യഹോവതൻ കൽപ്പനകൾ അനുസരിച്ചിടാൻ മിസ്രയീമ്യ ബാധയൊന്നും യേശുവില്ല. യഹോവയത്രേ, ദൈവമെൻ രക്ഷയുമല്ലോ. യഹോവയത്രേ,
സ്തുതിച്ചിടും ഞാൻ എൻ യേശുവിനെ, പുകഴ്ത്തിടും ഞാൻ എൻ കർത്താവിനെ. സ്തുതിച്ചിടും ഞാൻ എൻ യേശുവിനെ, പുകഴ്ത്തിടും ഞാൻ എൻ കർത്താവിനെ. അങ്ങനെ ഞങ്ങൾ കടന്നുപോയ ശോധനയിൽ കർത്താവ് തന്ന വരികളാണ് ആ പാട്ട്. ഒരു വർഷിപ്പ് സോങ്ങായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് അത് പാടിയിട്ടുണ്ട്. ഒപ്പം എൻ്റെ മകൻ മനശ്ശെ ഞാൻ മുമ്പേ ഓർമ്മിച്ചതുപോലെ അവന് 1 മില്യണിൽ ഒരാൾക്ക് ലഭിക്കുന്നൊരു താലന്ത് കുഞ്ഞിന് കർത്താവ് നൽകിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആബ്സല്യൂട്ട് പിച്ച് എന്ന് പറയും. ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ ഒരു ടോണ് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് ടോണാണെന്ന് അല്ലെങ്കിൽ ഏത് സ്വരമാണെന്നും, ഒപ്പം കോഡ്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഡ്സ്, ഏകദേശം 15 ടൈപ്പ് ഓഫ് കോഡ്സ്, മേജർ, മൈനർ, 7th ഓഗ്മെൻറ്റഡ്, ഡിമിനിഷ്ഡ്, സസ്മെൻറ്റ്, 4th, ഏത് കോഡ് പിടിച്ചാലും നോക്കാതെ അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അത് ഏതാണെന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ 7ാമത്തെ വയസ്സ് മുതൽ, കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു സൂമോഷിപ്പ് നടക്കുന്നത്. അപ്പം സഹോദരങ്ങൾ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ പാട്ടിൻ്റെ സ്കെയിൽ തപ്പുമ്പോൾ ഇവിടുന്ന് പറയും അത് ഏത് സ്കെയിലാണെന്ന്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത്. 8ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ ഷിൻഡോയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇവനെ കാണാനായിട്ട്, ഇവനിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവനെ കാണാൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ആ പാട്ട് നീ ഓർക്കസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ 8ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഒരു പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കർത്താവ് അവന് കൃപ കൊടുത്തു. ഇപ്പോൾ പല അറിയപ്പെടുന്ന പല മ്യൂസിഷ്യന്മാരോട് ചേർന്ന് കീബോർഡ് പ്ലേ ചെയ്യാനായിട്ടും പാട്ട് പാടാനായിട്ടും ഒപ്പം പശ്ചാത്തല സംഗീതം ഒരുക്കാനായിട്ടും ഒക്കെ കർത്താവ് ഇടയാക്കുന്ന HLVBSൻ്റെ ഈ പ്രാവശ്യത്തെ ചില തീം സോങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം HLVBSൻ്റെ എല്ലാ ശനിയാഴ്ച നടക്കുന്ന കിഡ്സ് ചർച്ചിൽ അവർ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, ബ്രദർ ആൻഡ് സിസ്റ്റർ. അങ്ങനെ ആക്ച്വലി ഈ പപ്പ കർത്താവിൻ്റെ വേല ചെയ്തതിൻ്റെയൊക്കെ പ്രതിഫലം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒപ്പം ഇതിനിടയ്ക്ക് എൻ്റെ ഇളയ 3 സഹോദരിമാരെയും പിന്നെ എൻ്റെ വൈഫും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ അവരെയും വിവാഹം ചെയ്തയച്ചു. അതിൽ സഹോദരങ്ങൾ 3 പേര് കർത്താവിൻ്റെ വേലയിലുണ്ട്. ആമേൻ. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായിട്ട് നടത്തുന്നു. ഇനിയും ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പിതാക്കന്മാരുടെ അകൃത്യത്തിന് 3-4 തലമുറ വരെ സന്ദർശനം ഉണ്ടാകുമ്പോൾ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറ വരെ ദയ കാണിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ എനിക്ക് നമ്മുടെ ആസാദി യൂട്യൂബ് ചാനലിലൂടെ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു ദൈവദാസൻ്റെ മകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. സാധാരണഗതിയിൽ ഇന്നൊരു പാസ്റ്റർ മകനാണെന്ന് പറയാൻ പലരും ലജ്ജിക്കാറുണ്ട്. പക്ഷേ എനിക്കൊത്തിരി അഭിമാനമുണ്ട്. കാരണം ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും കാരണം എൻ്റെ പിതാവ് കർത്താവിനെ സേവിക്കാൻ, കർത്താവിനെ പിൻപറ്റാൻ തയ്യാറായതിൻ്റെ പരിണിത ഫലമാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുക, നിർബന്ധത്താൽ ഒരുവൻ യേശുവിൻ്റെ ക്രൂശ് എടുത്തപ്പോൾ അവനെയും അവൻ്റെ തലമുറയെയും ദൈവം ഓർത്തു. ഒരിക്കൽ പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, രൂഫോസിൻ്റെ അമ്മയായ എൻ്റെ അമ്മയെ വന്ദനം ചെയ്യുവീൻ. ആക്ച്വലി അങ്ങനൊരു ഭാഗ്യം ആ സ്ത്രീക്കും കൂടി ലഭിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ഭർത്താവ് നിർബന്ധത്താൽ ക്രൂശ് ചുമന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പിതാക്കന്മാർ മാതാക്കന്മാർ ദൈവത്തെ സേവിക്കുന്നത് നിശ്ചയമായിട്ടും തലമുറകൾക്കത് നീതിയായി ദൈവം കണക്കിടും. ആമേൻ. ദൈവം തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരമായി തരുന്ന കർത്താവദാസൻ ടൈറ്റസ് ജോൺസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവദാസനോട് നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗിറ്റാർ വായിക്കുന്ന ബിജു ബ്രദർ, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി പലരെയും കരയിപ്പിച്ചപ്പോൾ അന്നൊക്കെ ഞാൻ ഓർത്ത് എൻ്റെ ടെസ്റ്റിമണി എപ്പോഴെങ്കിലും ഒന്ന് പറയണം. ആക്ച്വലി എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ദൈവം എനിക്ക് തരുന്ന ആലോചനകൾ വചന ശുശ്രൂഷയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ള. വേറൊന്നുമല്ല, എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ പലർക്കും ഒരു സെൻറ്റിമെൻ്റൽ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഞാനത് ആഗ്രഹിക്കാത്തതുകൊണ്ട് ഒരിക്കലും സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സമയം കണ്ടെത്തില്ലായിരുന്നു. പക്ഷേ ബിജുബ്രദറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ വളരെ ആഗ്രഹമായിരുന്നു എൻ്റെ ടെസ്റ്റിമണി ഒന്ന് പറയണം. ഒരു വ്യക്തിക്കെങ്കിലും അത് ആശ്വാസമാകും, ബലമാകും. വേറൊന്നുമല്ല, ആമേൻ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ദൈവം നിശ്ചയമായും തലമുറകളെ ഓർക്കുന്ന ദൈവമാണ്. ദാവീദ് ദൈവത്തിന് വേണ്ടി ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ നീതി തലമുറയുടെ മേൽ ദൈവം അത് കാണിക്കും. നിശ്ചയമായിട്ടും ആമേൻ. എൻ്റെ കുഞ്ഞും കൂടെ അതിനൊരു ഉദാഹരണമാണ്.
ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് കേട്ടത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പാസ്റ്റർ മൈക്ക് മ്യൂട്ടാണ്. 1 സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഒരു പക്ഷേ മ്യൂട്ട് ചെയ്ത് വെച്ച് കാണും. അതെ പാസ്റ്റർ, ഇപ്പം കേൾക്കാമല്ലോ. ഓക്കെ ഓക്കെ. ശരി. ഞാൻ പാസ്റ്റർ പാട്ട് പാടി ഇപ്പം മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. കുഴപ്പമില്ല. പാസ്റ്ററുടെ പപ്പ കർത്താവിൻ്റെ വേല ചെയ്തു. അതെ. അതിൻ്റെ പ്രതിഫലം ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി. അതെ. പാസ്റ്റർക്ക് വേണ്ടി, മറ്റു മക്കൾക്ക് വേണ്ടി, മനശ്ശയ്ക്ക് വേണ്ടി ഒക്കെ ദൈവം വെളിപ്പെടുത്തി. മനുഷ്യരുടെ ആ ടാലൻ്റ് ഒക്കെ ദൈവത്തിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഷാരോണിൻ്റെ ജനറൽ കൺവെൻഷന് എല്ലാ പകലും കീബോർഡ് വായിച്ചത് മനസ്സിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ മോനെ ദൈവം നടത്തിയതിനെ അടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പപ്പ പാട്ട് പാടുമായിരുന്നു. പപ്പ പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ? പപ്പയോ? അതെ. ഇല്ല, എൻ്റെ പപ്പ പാട്ട് എഴുതിയിട്ടില്ല. എന്നാൽ പാസ്റ്ററുടെ തലമുറയിൽ എഴുതുവാനും ഒക്കെ ദൈവം പ്രബോധം ചെയ്തു. പാടുമായിരുന്നു. ശരി. നമ്മുടെ ഷാരോൺ ചർച്ചിലെ പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ കൺവെൻഷന് പാടുന്ന ആളുകൾ MG ജോസ് പാസ്റ്ററെ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കൊന്ന് പാസ്റ്റർ കൂടെ ഒക്കെ പപ്പ പാടാറുണ്ടായിരുന്നു അല്ലേ? കാലഘട്ടങ്ങളിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഞാൻ പാസ്റ്റർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചില അനുഭവങ്ങൾ ഓർത്തു പോവുകയായിരുന്നു. എൻ്റെ പിതാവിൻ്റെ വേർപാടിൻ്റെ ആ സമയങ്ങൾ. പപ്പ മരിക്കുമ്പോൾ ഞാനൊരു ക്യാമ്പിലാണ് പാസ്റ്റർ. ഞാനും ഫാമിലിയായിട്ടൊരു ക്യാമ്പിലാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പ് സെൻറ്ററിൽ മൊബൈലിൻ്റെ സിഗ്നലൊന്നും വരത്തില്ല. അതുകൊണ്ട് വിവരങ്ങളൊന്നും നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലായതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ പെങ്ങളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ പാസ്റ്റർ പറഞ്ഞ പോലുള്ള ചോദ്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എനിക്കൊരു പെങ്ങളെ ഉള്ളായിരുന്നു. പക്ഷേ ജീവിതത്തിലെ ഒരു പ്രത്യേക സമയം വന്നു, എങ്ങും വീടില്ല. ഞാൻ വിഷമിച്ചൊരു കാര്യം, കർത്താവ് എനിക്കൊരു അഡ്രസ്സ് ഇല്ലല്ലോ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് എന്നൊരു കോളം ഫില്ല് ചെയ്യേണ്ടപ്പോൾ, കാരണം പപ്പയുടെ മരണത്തോട് നാട്ടിൽ നിന്നുള്ള ബന്ധങ്ങൾ ഒക്കെ വേരുകളൊക്കെ പിഴുതു മാറ്റി നമ്മളങ്ങ് ബോംബെയിലോട്ടങ്ങ് മാറുകയാണ്. ബോംബെയിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം പപ്പയുടെ മരണസമയത്തെ ഞാൻ ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് എങ്ങനെയോ നാട്ടിൽ ഞാനൊന്ന് ഫോൺ ചെയ്തു, ക്യാമ്പ് സെക്രട്ടറിയിൽ നിന്ന് എങ്ങനെയോ ഒന്ന് ഫോൺ ചെയ്തു. അപ്പോൾ ഞാൻ അറിഞ്ഞു പപ്പ ഹോസ്പിറ്റലിലാണ് അറിഞ്ഞു. പക്ഷെ പപ്പ മരിച്ചിരുന്നു. ആ സമയത്തെ പപ്പ മരിച്ചിരുന്നു. അത് അവർ എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു പപ്പ ഹോസ്പിറ്റലിലാണ്, എളുപ്പം നിങ്ങൾ നാട്ടിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ക്യാമ്പിൽ 1-2 ദേവദാസന്മാർ ഗസ്റ്റായിട്ടുണ്ട്. അതിലൊരാൾ പാസ്റ്റർ ഷിബു തോമസ് ആണ്. അന്ന് അദ്ദേഹം ഷിബു തോമസ് ഇറ്റാർസി എന്നറിയപ്പെടുന്നു. ഇന്ന് അമേരിക്കയിൽ USA കാൽവറി അസംബ്ലി ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഷിബു തോമസ്. ഒരു പക്ഷേ ഷിബു തോമസ് പാസ്റ്ററൊന്നും ഈ കാര്യമൊന്നും ഓർക്കത്തില്ല, കാരണം അതൊക്കെ പഴയ കാല സംഭവങ്ങളല്ലേ. അദ്ദേഹം മീറ്റിങ്ങിനുണ്ടായിരുന്നു. എനിക്കത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഷിബു തോമസ് പാസ്റ്റർ ഞാൻ ക്യാമ്പ് സെൻറ്ററിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടി അവിടുന്ന് മടങ്ങി വരികയാണ്. കോലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ക്യാമ്പ്. മടങ്ങി വരുന്നതിന് മുമ്പ് ഷിബു തോമസ് പാസ്റ്ററുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു, ഫിനി, ഞാൻ കാണുന്നത് ഒരു ഒഴിഞ്ഞ ആൾട്ടറാണ്. പപ്പ ഇല്ല, പപ്പ പോയി, ഇനി ആ ആൾട്ടറിൽ ഫിനിയാണ് നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് എൻ്റെ പിതാവ് നിത്യതയിലേക്ക് ഓൾറെഡി ചേർക്കപ്പെട്ടെന്നുള്ളത്. പാസ്റ്ററുടെ ജീവിതാനുഭവം അതുമായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് വരുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, പപ്പ കർത്താവിൻ്റെ വേല ചെയ്തു, കഷ്ടപ്പെട്ടു, ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചില്ല. അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തു, രോഗിയായി തീർന്നു, നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പെങ്ങളോട് പറയുന്നൊരു കാര്യമായിരുന്നു, നിശ്ചയമായിട്ട് പ്രതിഫലം മക്കൾക്കുണ്ട്. പപ്പയുടെ കാലത്ത് പ്രതിഫലം ഒന്നും പ്രാപിക്കാതെ അദ്ദേഹം പോയത്. ആ തലമുറയിൽ കിട്ടിയില്ല. അബ്രഹാമിന് അതിൽ ഒരു കാലടി വെക്കുവാനുള്ള മണ്ണ് പോലും അവകാശമായി നൽകിയില്ലെന്ന് പ്രവൃത്തി 7 പറയുന്ന വചനം പോലെ നമ്മുടെയൊക്കെ അപ്പന്മാർ കർത്താവിൻ്റെ വേല ചെയ്തു. അവർ പോയി ഒരു കാലടി മണ്ണ് വെക്കുവാനുള്ള സ്ഥലം പോലും അവരുടെ പേരിലില്ലായിരുന്നു, എൻ്റെ അപ്പയുടെ പേരിലില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ പെങ്ങളോട് പറയും, പപ്പയുടെ പ്രതിഫലം ബാക്കി കിടക്കുക, അത് നമുക്കുള്ളതാണ്. ആത്മീക പ്രതിഫലം മുഴുവൻ ഞാൻ എടുത്തോളാം, കാരണം ഞാൻ ഫുൾ ടൈം മിനിസ്റ്ററി ചെയ്യുന്ന ആളല്ലേ. എനിക്ക് ശുശ്രൂഷ മതി, കൃപയും കൃപാവരങ്ങളും. ആ പ്രതിഫലം മുഴുവൻ എനിക്ക് കിട്ടട്ടെ, ഭൗതിക മണ്ഡലത്തിലുള്ളതെല്ലാം നിനക്ക് കിട്ടട്ടെ, കാരണം നീ സെക്കുലർ ജോലി ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ഞാൻ പറയും. ആത്മീക പ്രതിഫലമൊക്കെ ആത്മീക ഭൗതികമൊക്കെ മക്കൾക്ക് നൽകുന്ന കർത്താവാണ്. അതുപോലെ തന്നെ പാസ്റ്റർ പറഞ്ഞ ആ
ഒരു മകൻ്റെ പേര് മനുഷ്യ. പപ്പ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പപ്പ ഒരു 40 ദിവസം ഉപവാസത്തിലിരിക്കുമ്പോൾ, ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന ദേവദാസനാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അറിയില്ല, ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പാസ്റ്ററോട് പറയുമ്പോൾ പാസ്റ്റർക്ക് ഫിന്നി പാസ്റ്റർ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടോ എന്നവർക്ക്. കാരണം അന്ന് നമ്മൾ പയ്യന്മാരല്ലേ. സുഭാഷ് കുമരകം പാസ്റ്റർ സുഭാഷ് കുമരകം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ചെറിയ മീറ്റിങ്ങിന് ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം വന്ന് ചെറുപ്പമാണ്, ഞാനും വന്ന് ജസ്റ്റ് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ 28 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു ദൂത്, എൻ്റെ പപ്പയോട് പറഞ്ഞ ദൂത്, ഞാൻ ജനിക്കുന്നതിന് ഒരു മാസം മുമ്പ് പപ്പ പാരലൈസ് ആയി പോയതാണ്. ഞാൻ ജനിക്കുന്നതിന് 1-2 മാസം മുമ്പ്, നവംബർ മാസത്തിലാണ് ഞാൻ ജനിക്കുന്നത്, സെപ്റ്റംബർ മാസത്തിൽ പപ്പ പാരലൈസ് ആയി പോയതാണ്, 2 മാസം മുമ്പ്. എനിവേ, എൻ്റെ കുഞ്ഞിന് 9 മാസമുള്ളപ്പോഴാണ് പപ്പ മരിക്കുന്നത്. അപ്പോൾ സുഭാഷ് കുമരകം എൻ്റെ പപ്പയോട് അവസാനമായിട്ട് പപ്പ ഇരുന്ന അവസാനത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് പറഞ്ഞ ദൂത, നിന്റെ മകനെ നീ കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതായത് തന്നെ ഞാൻ ജനിക്കുന്നതിന് 2 മാസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണമായി മല്ലിട്ടതാണ് എൻ്റെ പിതാവ്. ജീവിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതല്ല. അപ്പോൾ സുഭാഷ് കുമരകം പറഞ്ഞൊരു ദൂത്, നിന്റെ മകനെ നീ കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മകനെ മാത്രമല്ല, യാക്കോബ് എഫ്രയീമിനെയും മനശ്ശെയും കണ്ടതുപോലെ നീ മകനെയും കാണുവാൻ തൊക്കുന്ന ദൈവം സഹായിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം നിവർത്തി. അപ്പോൾ പാസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലൂടെ വന്നത്. ദൈവം എത്ര വിശ്വസ്തനല്ലേ പാസ്റ്ററെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് നമ്മെ നിർത്തിയിരിക്കുന്നത്. നമുക്കെന്ത് യോഗ്യത, അർഹതയാണ്. താങ്ക് യു ജീസസ്. ഒരു പാട്ടോട് പാടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും മനസ്സെ സ്വന്തമായിട്ട് എഴുതുക. നിശ്ചയമായിട്ട് അത് നമുക്ക് കേൾക്കണമല്ലോ. ശരി പാസ്റ്റർ, ശരി മോനെ, പാടാം. ഞാനൊരിക്കലും ഒരു ശുശ്രൂഷ കഴിഞ്ഞു ഇന്ന് നാട്ടിൽ വന്നതിന് ശേഷമായിട്ട് ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒപ്പം ഞാൻ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കർത്താവ് തന്നൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ ഒത്തിരി പോപ്പുലറായിട്ടുള്ള ഇടങ്ങളല്ല, റിമോട്ട് ഏരിയയിൽ ചർച്ചുകളിൽ പോയി 3 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറോ അല്ലെങ്കിൽ അങ്ങനെ ടാറിങ് മീറ്റിംഗ് നടത്തുക. അതിലൂടെ ഒത്തിരി കൃപാവരങ്ങൾ, ശുശ്രൂഷകളൊക്കെ പലരും ഏറ്റെടുക്കുന്നത് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തി പോകുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു 5 ദൈവദാസന്മാരും കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഇപ്പോൾ കാരിത്താസ് ബേസ് ചെയ്തൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു മിനിസ്ട്രി ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഞാനൊരു ദിവസം ഞാനിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തെ എന്നോട് വീട്ടിൽ ഞങ്ങൾ മനു എന്നാണ് വിളിക്കുന്നത്. മനസ്സിൽ എന്നോട് പറഞ്ഞു, ഡാഡി, ഗാഡ് ഹാസ് എനേബിൾ ടു റൈറ്റ് എ സോങ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ കൊണ്ടുപോവാ. അങ്ങനെ അവന് ആ പാട്ട് കൊണ്ടുവന്നു, സ്വന്തമായിട്ടത് പാടി. അതും യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടിൻ്റെ ചില വരികളാണ് പാടാൻ പോകുന്നത്. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. രാവിലും പകലിലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. രാവിലും പകലിലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം. രാവിലും പകലിലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. രാവിലും പകലിലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. രാജാധിരാജാവേ, കർത്താധി കർത്താവേ, രാജാധിരാജാവേ, കർത്താധി കർത്താവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നാഥനെ, ദൈവത്തിൻ കുഞ്ഞാടേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നാഥനെ,
എൻ്റെ കൂടെയുണ്ട്. രാവിലും പകലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. ദേവാദിദേവനേ, കർത്താദികർത്താവേ, ദേവാദിദേവനേ, കർത്താദികർത്താവേ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തി സ്തുതിച്ചിടും സ്വർലോകരാജാവേ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തി സ്തുതിച്ചിടും സ്വർലോകരാജാവേ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം. രാവിലും പകലിലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. രാവിലും പകലിലും എന്നെ സൂക്ഷിച്ചിടുവാൻ യേശു എൻ്റെ കൂടെയുണ്ട്. Praise the Lord. നന്നായിട്ടുണ്ട് മോനെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. പാസ്റ്ററെ, ഇനി എന്തെങ്കിലും പാസ്റ്റർക്ക് പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം. താങ്ക് യു മോനെ. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചു. ഞാനിന്നിപ്പോൾ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വേലയിൽ താല്പര്യം ഇല്ലാത്ത അല്ലെങ്കിൽ മുറിവുകൾ ഏറ്റുപോയ ഒത്തിരി പേരുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. പ്രത്യേകിച്ച് പെന്തക്കോസ്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടവരാണെങ്കിലും പല പല സാഹചര്യങ്ങൾ കൊണ്ട് ശുശ്രൂഷയിൽ നിന്നും ദൈവിക വേലയിൽ നിന്നൊക്കെ അകന്നു പോയ അനേകരുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ഒരു ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. കാരണം വേറൊന്നുമല്ല, ഇന്ന് ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത സമയങ്ങളിലൊക്കെ അന്ന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ബിസിനസ് കിട്ടുന്ന ലാഭത്തെക്കാളൊക്കെ ഉപരിയായി ഒരു വ്യക്തി വിടുവിക്കപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഇച്ചിരൂടെ മുമ്പേ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ചില സന്ദർഭങ്ങളൊക്കെ ചില ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, എത്ര പ്രാവശ്യം ഞാൻ ഈ ശുശ്രൂഷ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ്. പക്ഷേ കർത്താവിനോട് മനസ്സലിവ് തോന്നി പിന്നെയും ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ മടക്കി കൊണ്ടുവന്നതിന് ഞാൻ കർത്താവിന് പ്രത്യേകം നന്ദി പറയാറുണ്ട്. ഈ നല്ല സമയത്ത് ആസാദിയുടെ പ്രേക്ഷകരോടും എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം വലുതാണ്. നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്, ഒരു ജാതി, ഒരു വിശുദ്ധ വംശമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടെ ഒരുപക്ഷെ ജോലിയോടൊപ്പം നമുക്ക് കർത്താവിന് വേല ചെയ്യാൻ കഴിഞ്ഞേക്കാം. അല്ല, പൂർണ്ണസമയമാണെങ്കിൽ അങ്ങനെ കർത്താവിന് വേല ചെയ്യുന്നത് ഏറ്റവും മഹത്തരമായി. എന്നെ സുവിശേഷ വേലയ്ക്കായി തിരിച്ചത് വിശുദ്ധ ബൈബിളിലൊരു വാക്യവും കൂടിയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്ക് ശോഭിക്കും. ഇവിടെ അല്ല നിത്യതയും. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും സുവിശേഷ വേലയെന്ന് പറയുന്നത് ഒരു ജോലി വേലയും കൂലി ഇല്ലാത്ത ഒരാൾക്ക് പറ്റുന്നൊരു പണിയല്ല. കർത്താവിന് ആമേൻ ബോധിച്ചവരെയാണ് പ്രാർത്ഥിച്ച കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവിന് വേലയ്ക്കായി വിളിക്കുന്നത്. ആ വിളി തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി നമ്മൾ മുന്നേറുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ ലോകത്തിലുള്ളതെല്ലാം ഇവിടെ കൊണ്ട് തീരുമല്ലോ. പക്ഷേ നമ്മളെ നിത്യത വരെ അനുധാവനം ചെയ്യുന്നത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണെങ്കിൽ നിശ്ചയമായും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അനേകരെ ആത്മാക്കളെ നേടാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. ഓക്കെ, നമുക്കൊരുമിച്ച് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തെ അടുത്തു വരാൻ ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി ഞങ്ങളെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു. കൃപയാൽ അത്രയും നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നത് പോലെ കൃപയാൽ വിശ്വാസം മൂലം അവിടുത്തെ കുഞ്ഞുങ്ങളായി തീരുവാനുള്ള ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്നതോത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസഫിൻ്റെ പാസ്കായി കർത്താവെ ഞങ്ങളുടെ ദാസൻ ചുമൽ കൊടുക്കുന്ന ഈ ആസാദി TV-ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഈ മീഡിയയിലൂടെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നലകളിൽ ഞങ്ങളെയൊക്കെ നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങൾ കർത്താവെ ഞങ്ങൾ പറയുന്നത് സ്തോത്രം അനേകരുടെ ജീവിതത്തിൽ ഒരാശ്വാസമായി തീരുവാൻ, ധൈര്യമായി തീരുവാൻ, മുന്നോട്ട് പോകുവാൻ ഒരു പ്രചോദനമായി തീരുവാൻ കർത്താവെ ഈ വാക്കുകൾ ഇടയാക്കേണ്ടതിന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ നടത്തുന്നതായ ഈ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ക്ഷീണിച്ചിരിക്കുന്നവരെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് മുന്നേറുവാനുള്ള കൃപ നൽകി നിർത്തേണ്ടതിന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ സാന്നിധ്യവും കൃപയും അവരുടെ മേൽ പകർന്ന് ഇന്നലകളിൽ അടിയനെ നടത്തിയ ദൈവം പ്രിയപ്പെട്ടവരെ നടത്തേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി, ആത്മശക്തി പീരത്വത്തിൻ്റെ അല്ലല്ലോ, സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെയും ആകയാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവ് ഞങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മശക്തിയാൽ ഞങ്ങൾ മുന്നേറുവാൻ അവിടുന്ന് പിന്നെയും ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവ്, ഞങ്ങൾക്ക് സാമർഥ്യമില്ല, എന്നാൽ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അങ്ങേക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ വിശ്വസിക്കുകയും ഞങ്ങളതിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുക. കർത്താവെ, ഞങ്ങളുടെ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമത്തിന് വേണ്ടി പിന്നെയും നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾ ഹല്ലേലൂയ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നവരായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലവും അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കാക്കി മാറ്റണം. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം നമ്മളെല്ലാവരുടെ വെളിപ്പെടുത്തി കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ സാങ്കുട്ടി പാസ്റ്റർ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും അദ്ദേഹം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും സമയങ്ങൾ പാസ്റ്ററും മോനും ഒക്കെ വന്ന് ഞങ്ങളോടൊപ്പം സമയം പങ്കുവെച്ചതിൽ. പിന്നെ പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനം അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Have a wonderful time. Thank you for watching. God bless you. Praise the Lord.